ഇടയവരെ ധാരാളം ഇടയവർക്കുമായിരിക്കുന്ന സ്ഥാനത്ത് ചാടി എഴുന്നേൽക്കാൻ നമുക്ക് ദൈവത്തെ വീണ്ടും ചില ഗാനങ്ങൾ പാടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന സമയമാണ്. ആമേൻ. എത്ര പേർക്ക് പറയുവാനേ കഴിയും? താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും. താഴ്വരയിലും സ്തുതിക്കും, പർവ്വതത്തിലും ഒക്കെ സ്തുതിക്കും, കൂട്ടത്തിലും സ്തുതിക്കും, ഒറ്റയ്ക്ക് സ്തുതിക്കും. സാഹചര്യം എനിക്കൊരു പ്രശ്നമല്ല. ഏത് പരിസ്ഥിതിയിലും കാരാഗ്രഹത്തിനകത്ത് കിടക്കേണ്ടി വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. എൻ്റെ ദൈവം ഒരു മലമുകളിലാണ് നിർത്തിയാലും ഞാൻ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. കൂരിരുൾ താഴ്വരയിലൂടെ നടന്നു പോകേണ്ടി വന്നാലും ഞാൻ എൻ്റെ ദൈവത്തെ എല്ലാ നാളും വാഴ്ത്തും. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കയില്ല എന്നുറപ്പുള്ള നമുക്ക് അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ കർത്താവിനെ മഹത്വപ്പെടുത്താം, സ്തുതിക്കാം. ഷാലോം വേർഷിപ്പിൻ്റെ തന്നെ ഗാനമായ സ്തുതി എന്ന ഗാനം നമുക്ക് പാടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ ശക്തിയോടുകൂടെ കരങ്ങളെ ചേർത്തടിച്ച നൃത്തത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ആ നല്ല ദൈവത്തെ നമുക്ക് പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കരങ്ങളെ ചേർത്തടിച്ച ജീവനുള്ള സകല
അഭിഷേകം സകല ജഡത്തിന്റെ മേൽ. ഹല്ലേലൂയ. ഇത് കൊയ്ത്തുകാലിന്റെ സമയമാ. ആമേൻ. ഇത് കൊയ്ത്തിന്റെ സമയമാ. ആമേൻ. ഇത് കൊയ്ത്തിന്റെ സമയമാ. താങ്ക് യു ലോർഡ്. റബലലല ഷേരദിബലബ ഷഖാർ ഷഥാര ബലബലബലല ഷേ. ഓ റബലബലല ഷേരദിബലബ ഷഖാർ. ഓ റബലബലല ഷേരദിബലബലബലല ഷേരദിബലബ ഷഖാർ. 120 പേർ ഒരു മാളിക മുറിക്കകത്ത് പെന്തക്കോസ്ത് നാളിന്റെ കാലഘട്ടത്തില് ആമേൻ വെറും 120 പേർ. ഇവിടെ 120 അല്ല, അതിനപ്പുറമാണ് ജനം ഇവിടെയുണ്ട്. ഹല്ലേലൂയ. വെറും 120 പേർ ഒരു മുറിക്കകത്ത് കയറിയിരുന്ന് അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ അഗ്നിമയമായ അളവുകളില് പിളർന്ന നാവുകളുടെ രൂപത്തില് അവനവന്റെ ആവശ്യമായ രീതിയിൽ അഭിഷേകത്തിന്റെ കൈമാറ്റത്തിനായിട്ട് ഓരോരുത്തരുടെ മേൽ ഇറങ്ങിയതുപോലെ ഇന്ന് രാത്രിയില് അവൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇതിനകത്ത് ഈ ഗ്രൗണ്ട് എന്നത് ദൈവത്തിന്റെ പ്രശ്നമല്ല, ഇതൊരാലയമല്ല എന്നത് ദൈവത്തിന്റെ പ്രശ്നമല്ല. വെറും ഒരു മുറിക്കകത്ത് 120 പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ ഈ ഗ്രൗണ്ടില് നാം ആത്മാർത്ഥമായി ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞ ദൈവത്തിന്റെ ധീരമോ വിശ്വസിക്കുന്നവർ ചില നിമിഷമാണ് കരമടിച്ച് സ്വർഗം തുറക്കുകയാ, സ്വർഗം തുറക്കുകയാ, സ്വർഗം തുറക്കുകയാ, സ്വർഗം തുറക്കുകയാ. ഓ കഴിഞ്ഞ രാത്രി മുതല് നിന്റെ ഒരുക്കത്തിന്, നിന്റെ കാത്തിരിപ്പിന് മറുപടിയായിട്ട്, നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ട് ഇന്ന് രാത്രിയിൽ തുറന്ന സ്വർഗം നിനക്കായി വെളിപ്പെടുന്ന രാത്രി. ശക്തിയോടെ കരങ്ങളെ ചേർന്നടിച്ച് ആത്മാവിൽ സത്യത്തിലും ആരാധനയ്ക്ക് യോഗ്യനാകുന്ന ദൈവത്തെ, സർവശക്തനാകുന്ന ദൈവത്തെ, പരമോന്നതനാകുന്ന ദൈവത്തെ നമുക്ക് ആത്മാവിൽ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.
Glory to God, 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 glory to God. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. മനുഷ്യകുലത്തിന് ആദ്യമായി ദൈവം വെളിപ്പെടുത്തിയ തന്റെ പേരാണ് യഹോവ റാഫ. സർപ്പത്തിന്റെ കടിയേറ്റ ഒരു കൂട്ടം ജനം മരുഭൂമിയിൽ ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ വണ്ണം ജനങ്ങൾ പരവേശത്തോടുകൂടെ ഓടി നടന്ന സാഹചര്യത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം, ആദാമിന്റെ ദൈവം, അബ്രഹാമിന്റെ ദൈവം, ഈസാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം ആദ്യമായി തന്റെ പേര് വെളിപ്പെടുത്തി. ഞാൻ യഹോവ റാഫയ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം, യഹോവയായ ദൈവം. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരുണ്ടോ? നിനക്ക് വേണ്ടി യഹോവ റാഫയായി വെളിപ്പെടുന്ന ഒരു ദൈവം, നിന്റെ സൗഖ്യദായകനായി നിനക്കായി വെളിപ്പെടുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിൽ ഉലാത്തുക, ഈ ഗ്രൗണ്ടിൽ പരിശോധിക്കുക. വിശ്വസിക്കുന്നവരുണ്ടോ? സൗഖ്യമാകാൻ മനസ്സുള്ളവരുണ്ടോ? വിടുതൽ പ്രാപിക്കാൻ മനസ്സുള്ളവരെവിടെ എന്ന് അന്വേഷിക്കുക. യഹോവ റാഫയുടെ സാന്നിധ്യം അന്വേഷിക്കുക. എത്ര പേർക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കഴിയും? അപ്പാ, here I am. അപ്പാ പിതാവേ, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് ആ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ കരസ്പർശം വേണം. ഇന്ന് രാത്രിയിൽ ആ ദൈവത്തിന്റെ കരസ്പർശം എനിക്ക് വേണം. ഇസ്രായേലിന്റെ മേൽ വെളിപ്പെടുത്തിയ യഹോവ റാഫയുടെ ശക്തി എനിക്കും അനുഭവിക്കണം. പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാമോ? നമുക്കായി വെളിപ്പെടുന്ന ദൈവം ഇന്ന് രാത്രിയിൽ ഈ ഗ്രൗണ്ടിനകത്ത് നിനക്കായി വെളിപ്പെട്ട് നിൽക്കുകയാണ്. എല്ലാം മറന്നു കളഞ്ഞ് കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. മുന്നിരിക്കുന്നവർ നോക്കണ്ട, പിന്നിരിക്കുന്ന നോക്കണം. ഇത് ദൈവം തമ്മിലുള്ള സമയമാണ്. ആത്മാവിലെ ദൈവത്തിന്റെ മുഖത്തെ അന്വേഷിച്ച് നിന്റെ അടുക്കെയുള്ള നിനക്കായി വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തെ ഒന്ന് അന്വേഷിക്കാവോ? ആ ദൈവത്തിനായി ഒന്ന് കൊതിക്കാവോ? ആ ദൈവ സാന്നിധ്യത്തിനായി ഒന്ന് കാക്ഷിക്കാവോ? He is here. അവനിവിടെ വന്നിട്ടുണ്ട്, അവനിവിടെ വന്നിട്ടുണ്ട്. ഷാലോം ഫെസ്റ്റിന്റെ രണ്ടാമത്തെ രാത്രിയിൽ യേശു ഇവിടെ വന്നിട്ടുണ്ട്.
സന്ധ്യാവേളയിൽ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ അതാത് സ്ഥാനങ്ങളിരിക്കാം. കർത്താവ് നമ്മേവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ ഈ സുവിശേഷ മഹായോഗത്തിൻ്റെ 2ാമത്തെ ദിവസത്തിൽ കർത്തൃസന്നിധിയിൽ നാം വളരെ ശക്തമായ ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയപ്പെട്ടു. ഇന്ന് രാത്രിയും യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. റഖമാന വൈഡവൽ പ്രൗഢവരം ധരാറവൽ പ്രൗഢപരകട സിയാര. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തരുന്നു എന്ന് അരുളിച്ചത് നസ്രാന യേശുവിൻ്റെ നാമത്തിൽ ഇത് രാത്രി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വഹിപ്പിച്ച് ക്രൂശിൽ നമുക്ക് വേണ്ടി ജയാളിത്തുന്ന യേശുവിൻ്റെ നാമത്തിൽ ഇത് രാത്രി 2ാം ദിവസം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് അന്ധകാരമണ്ഡലത്തെ പൂർണ്ണമായിട്ട് തകർത്ത് നമുക്ക് അനുകൂലമായ ആ വിജയം, ആ വിക്ടറി, ആ സ്വതം ജയത്തിൻ്റെ കൊടി നമുക്ക് വേണ്ടിയിട്ട് ഉയർത്തിപ്പിടിച്ച ആ ദൈവത്തെ സ്വതന്ത്രം കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ സന്തോഷത്തോടെ ഹാലലി ഉത്സാഹത്തോടെ രാത്രി ശുശ്രൂഷ അനുഗ്രഹത്തിനാണ് ദൈവസ്ഥലിൽ 2 ദൈവദാസന്മാർ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കും. സ്തോത്രം. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവസ്ഥാനത്തിൽ സ്തോത്രം ഹാലലി വിജയരാജ് ബ്രദറും അതിനുശേഷം ബ്രദർ ജയദാസും ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കും. കണ്ണടയ്ക്കാം, ദിവസത്തിൽ പ്രാർത്ഥിക്കാം. വാഗ്ദാനങ്ങൾ വിശ്വസ്തൻ വാക്ക് പറഞ്ഞാൽ മാറാത്തമായ സ്വർഗ്ഗത്തിലെ പിതാവേ, നല്ല ദിവസത്തിൻ്റെ സന്ധ്യാസമയം ഞങ്ങളുടെ സന്നിധിയിലായിരുന്നുണ്ടെങ്കിൽ സ്തുതിപ്പാൻ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. 2 3 പേരുടെ നാമത്തിൽ ഇവിടെ കൊടുന്നു അവിടെ മധ്യ ഞാനുണ്ടെന്ന വാഗ്ദാനം ചെയ്ത കർത്താവിൻ്റെ സാന്നിധ്യം അധികമായി വ്യാപരിക്കുന്ന വലിയ കൃപയ്ക്കാതിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഷാലോം ഫെസ്റ്റിൻ്റെ 2ാമത്തെ ദിവസം അങ്ങ് അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, നിത്യപിതാവായി, സമാധാനത്തിൻ്റെ പ്രഭുവായി, കൂടെ എഴുന്ന വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമായി സ്വർഗ്ഗം മാറ്റുന്ന വലിയ കൃപയ്ക്കാതിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും തക്ക സമയത്ത് സ്വർഗ്ഗം കൂട്ടിവരുന്ന നല്ല കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഈ കൺവെൻഷൻ ഈ ദേശത്തിന് അനുഗ്രഹമായി സ്വർഗ്ഗം മാറ്റുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്തദാസനെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുമ്പോൾ അങ്ങ് അത്യന്ത ശക്തിയായ അത് വ്യാപരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ആ വചനം ഈ ദേശത്തിന് അനുഗ്രഹമായി സ്വർഗ്ഗം മാറ്റുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകാതാണ് എല്ലാവരും നിത്യത്തോടെ എത്തുവാൻ സ്വർഗ്ഗം ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് വചനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ. അത് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ 30, 60, 100 മേനി ഫലം കായ്ക്കുന്ന വിത്തുകളായി സ്വർഗ്ഗം ഒരുക്കുന്നവരെ സ്തുതിക്കുന്നു. കർത്തദാസനെ ഒന്നുകൂടെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അങ്ങ് ശക്തമായി അങ്ങ് ഉപയോഗിക്കുന്ന വലിയ കൃപയ്ക്കാനോട് സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അത്യന്ത ശക്തി ഈ ഗ്രൗണ്ടിൽ മേൽ വ്യാപരിക്കുന്ന വലിയ കൃപയ്ക്കാനോട് സ്തുതിക്കുന്നു. എല്ലാവരെയും അങ്ങ് മാനിക്കും, അങ്ങ് ബലപ്പെടുത്തുന്ന വലിയ കൃപയ്ക്കാനോട് സ്തുതിക്കുന്നു. സകലവും നന്മയ്ക്കായി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഇനി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യകരമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും വഴിനിർത്തുകയും ചെയ്യുന്ന കർത്താവേ, സ്തോത്രം 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 ചെയ്യുന്ന കർത്താവേ, സ്തുതിക്കുന്നപ്പ കർത്താവേ. വൈകിയ വേളയിൽ ഒന്നുകൂടെ അപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് വരുവാൻ അവിടുന്ന് ഒരുക്കിയ മഹാകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പോൾ ഞങ്ങൾ പാപികൾ, കുറ്റക്കാരും, കുറവുള്ളവരും ബലഹീനരുമാകുന്നു കർത്താവേ. കർത്താവേ, എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു എന്ന വിശ്വാസത്തിൽ മുന്നേറുവാൻ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവത്തോട് അത്ഭുതം പ്രവർത്തിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ കൺവെൻഷൻ്റെ 2ാം ദിവസമായ ഇന്ന് കർത്താവേ, ഇവിടെ ഒത്തൊരുമിച്ച് എല്ലാവരും കൂടിയിരുപ്പാൻ ദൈവം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കാലാവസ്ഥയെ അങ്ങ് ഞങ്ങൾക്ക് നിയന്ത്രിച്ചു തന്ന ദൈവമേ, അങ്ങ് നന്ദി പറയുന്ന കർത്താവേ. കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന കർത്തദാസനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, വളരെയധികം കർത്താവേ നാളുകളിൽ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവേ തണുപ്പേകുവാൻ, തണലേകുവാൻ കർത്താവേ കർത്തദാസനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്തദാസന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വചനങ്ങളും കർത്താവേ ഓരോ മുത്തുകളായി അവരുടെ ഹൃദയങ്ങളിലേക്ക് പകരുവാൻ, കർത്താവെ അവരുടെ ഹൃദയങ്ങളിലേക്ക് തറയ്ക്കപ്പെടുവാൻ, അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കുവാൻ കർത്താവ് അവിടെ വിളിച്ചു നേർതിരിച്ചിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, ബീഷാലോമനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഈ പ്രായത്തിലെ കർത്താവ് അവിടെ നിന്ന് എളിയ മകനെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി കോടാനകോടി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്നലെയും കർത്താവെ എളിയ മകനിൽ കൂടി കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനും കർത്താവെ അനേക ഹൃദയങ്ങളിൽ അത് തറയ്ക്കപ്പെടുവാനും കർത്താവെ ഒരു ദൈവനാമത്തിൽ കർത്താവെ വലിയൊരു വിത്തുകൾ വിതറുവാൻ ഈ പ്രായത്തിൽ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുന്ന കൃപയ്ക്കായി കോടാനകോടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കർത്താവെ, നമുക്ക് നമ്മുടെ കൂടെ നടക്കുന്നതായ എല്ലാ പ്രവർത്തകരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശാലോമിൽ നടന്നു വരുന്നതായ കർത്താവെ, മിഷൻ ജേണി, മന്നാ ടെലിവിഷൻ്റെ മറ്റ് ഇതര എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ഗ്രൗണ്ട് നമുക്ക് തന്നിരിക്കുന്നതായ കർത്താവെ, ആ ചേട്ടനെയും പുള്ളിയുടെ പിതാവിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹോസ്പിറ്റലിലായിരിക്കുന്ന കർത്താവെ, വളരെ അത്ഭുത സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് നമുക്ക് കാലാവസ്ഥയെ നിയന്ത്രിച്ചെന്ന ദൈവത്തിന് വീണ്ടും നന്ദി പറയുന്ന കർത്താവെ. സകല നന്മകളാലും സകലരെയും നിറച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സകല മാനവും മഹത്വവും പുകഴ്ച അപ്പൻ്റെ നാമത്തിൽ ഏൽപ്പിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം പ്രിയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
തുടർന്ന് ഒരു ടെസ്റ്റ് മണി അനുഭവ സാക്ഷ്യം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയമാണ്. 2 അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. ഒന്ന് ബ്രദർ അനിൽകുമാർ കാക്കാമലി, അതിനുശേഷം സിസ്റ്റർ മേരി സ്റ്റെല്ല. ഇപ്പോൾ പ്രിയ ബ്രദർ അനിൽകുമാർ ബ്രദർ മുന്നോട്ട് കടന്നു വന്നു. തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വളരെ പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. എന്നാൽ കർത്താവ് അത്ഭുതമായിട്ട് തന്നെ വിടുവിച്ചായിരിക്കപ്പെടുന്ന അനുഭവം നമ്മോട് പങ്കുവയ്ക്കുന്ന സമയമാണ്. രോഗാവസ്ഥയിൽ യേശു കർത്താവ് അത്ഭുതകരമായി സൗഖ്യം നൽകിയെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ബ്രദർ തന്നെ നമ്മോട് ഈ സാക്ഷ്യം പങ്കുവയ്ക്കും. പ്രാർത്ഥനയ്ക്കെന്നും വൻ ശക്തിയുണ്ട്. മലകളെ നീക്കും, രോഗം മാറ്റും. മലകളെ നീക്കും, രോഗം മാറ്റും. മുട്ടും എനിക്കായി വാതിൽ തുറക്കൂ, മുട്ടുകൾ മാറ്റിടും നല്ലിടയാ. മുട്ടും എനിക്കായി വാതിൽ തുറക്കൂ, മുട്ടുകൾ മാറ്റിടും നല്ലിടയാ. മുട്ടിന്മേൽ നിന്നെന്നും പ്രാർത്ഥിപ്പാൻ, മുട്ടിപ്പായി നിന്നോടു യാചിപ്പാൻ. കൃപയരുൾക ദേവാ, കൃപയരുൾക നാഥ, കനിവിന്നുറവാം പൊന്നേശുവേ. കൃപയരുൾക ദേവാ, കൃപയരുൾക നാഥ, കനിവിന്നുറവാം പൊന്നേശുവേ. യേശുവിൻ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷിയെ നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം അടിയൻ ഒരുക്കിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് സാക്ഷി പറയുന്നത്. 2025 സെപ്റ്റംബർ മാസം 9-ാം തീയതി ഭർത്താവ് ഒരു ഓട്ടോ ഡ്രൈവറാണ്. പ്രഭാതത്തിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ കാലൊക്കെ മരവിക്കുന്ന ഒരവസ്ഥ, എനിക്ക് കൈയൊക്കെയും എന്തോ പോലെ ആവുന്ന അവസ്ഥ, എനിക്ക് നിൽക്കാനായിട്ട് കഴിയുന്നില്ല, ഞാൻ സമനില തെറ്റിയ അവസ്ഥയിലാണ്. ഞാനത് കളിയാക്കി, ഞാൻ കാര്യമാക്കിയില്ല. ഞാൻ പറഞ്ഞു അല്പസമയം പോയി കിടന്ന് വിശ്രമിക്കും, അതിനുശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ശേഷം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ആശുപത്രി പോകുന്നില്ല, ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് എണീക്കാം. ഒരു 15 മിനിറ്റ് കിടന്നു, ഭക്ഷണം കഴിച്ച് വീണ്ടും ഓട്ടത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് ഒരു 9:30 മണിയോടടുത്ത സമയമായി. കാലൊക്കെ മരവിച്ച് വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ. എൻ്റെ സഹോദരനും മക്കളും വന്ന് ആ മുറ്റത്ത് തന്നെ ഒരു കസേരയിട്ട് അവിടെ പിടിച്ചിരുത്തി. BP എന്നത് കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞാൻ വളരെ ഭാരത്തിലായിരുന്നു. ഞാൻ ബലഹീന അവസ്ഥയിലായിരുന്നു. എനിക്ക് എണീക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഞാൻ ബ്ലീഡിങ്ങിൻ്റെ ഭാരത്തിൽ തന്നെ ആയിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു, എൻ്റെ ഇളയ പൈതലുണ്ടായിരുന്നു, എൻ്റെ സഹോദരനും മക്കളും കൂടെ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ ആശുപത്രി കൊണ്ടുപോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടും വിശേഷമൊന്നും അറിയാൻ കഴിയില്ല. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ പൈതൽ പറഞ്ഞു, അമ്മ രക്തം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്, അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് അങ്ങ് വരാം മക്കളെ, നമുക്ക് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. അവിടെ പോയപ്പോഴേക്ക് കണ്ട അവസ്ഥ വളരെ ബലഹീന അവസ്ഥയായിരുന്നു. കൈകളൊക്കെ തളർന്നു പോകുന്ന അവസ്ഥ, കൈയെടുത്ത് പുറത്ത് വെച്ചിട്ട് അത് ഊർന്നു പോകുന്ന അവസ്ഥ, കാലൊക്കെ വളരെ ബലഹീന അവസ്ഥയിലായിരുന്നു. ഞാൻ ഡോക്ടറെ കണ്ട്, ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, ഡോക്ടറെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ രക്തത്തിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ട് പോകണമെന്ന്. ഞാനത് നോക്കിയില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഫ്രണ്ടിലോട്ട് ഇറങ്ങിയിട്ട് ചേട്ടനോടൊപ്പം വർക്ക് ചെയ്ത ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ആ ആംബുലൻസ് ഒന്ന് പിടിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു എന്താ അനിലിന് വയ്യെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വളരെ ബലഹീന അവസ്ഥയിലാണ്, ഞാൻ വേറെ ആശുപത്രി കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടനെ തന്നെ ആംബുലൻസിൽ കിടത്തി കല്ലിയൂർ ആ ഭാഗം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, മോളോട് പറഞ്ഞു, മക്കളെ പാസ്റ്റർ ഒന്ന് വിളിച്ച് പറയും, പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ചെയ്യും. അല്ലാതെ പപ്പ വളരെ ബലഹീന അവസ്ഥയിലാണ്, ഹൈ BP ആണെന്നെല്ലാം പറഞ്ഞത്, എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ ഞാൻ എൻ്റെ പൈതൽ വിളിച്ചിട്ട് പപ്പയുടെ കയ്യിൽ മാത്രമേ പാസ്റ്റർ നമ്പരുള്ളൂ, അത് പപ്പ തന്നെ തിരഞ്ഞെടുത്ത് തന്നു. വിളിച്ചു അപ്പ പാസ്റ്റർ എടുത്തില്ല. അല്പം കഴിഞ്ഞ് രാജീവ് ബ്രദറിനെ വിളിച്ചു, മോള് തന്നെ വിശേഷം പറഞ്ഞു. അപ്പോൾ അല്പം കഴിഞ്ഞിട്ട് വീട്ടിൽ പാസ്റ്റർ ഇങ്ങോട്ട് വിളിച്ചു, മോള് സംസാരിച്ചു. അപ്പോൾ ഇപ്രകാരം എല്ലാ
എല്ലാ വിശേഷങ്ങളും പറഞ്ഞ് പപ്പയ്ക്ക് BP ആണോ, ഞങ്ങൾ ആശുപത്രിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വളരെ ബലഹീനാവസ്ഥയിലാണെന്ന്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചെവിയിലേക്ക് ഫോൺ വെച്ച് കൊടുക്കാനിടയായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവദാസൻ ലാസ്റ്റ് പ്രാർത്ഥനയോട് അടുത്തപ്പോൾ ഞാൻ തന്നെ അത് ശ്രദ്ധിച്ചു. അപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവം സംരക്ഷിക്കും, യാതൊരു ആപത്തും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വാക്ക് പൂർണ്ണമായി വിശ്വസിച്ചു. എന്നാലും ഞാൻ തളർന്ന അവസ്ഥയിലായിരുന്നു, കൂടെ ആരുമില്ലാത്ത അവസ്ഥ, സഹോദരനുണ്ട്, പൈതങ്ങളുണ്ട്. എന്നാലും എനിക്ക് കണ്ടപ്പോൾ അത് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ. എൻ്റെ ഒരു വലിയമ്മ ഇതുപോലെ പെട്ടെന്ന് ബ്ലീഡിങ് കൂടി തലയിൽ ഞരമ്പ് പൊട്ടിയിട്ട് പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അവസ്ഥയുണ്ടായി. അതൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ PRSലെത്തി. എൻ്റെ മകൾ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ അവളെ വിളിച്ചപ്പോഴേക്കും അവളെ കിട്ടിയില്ല. അപ്പോഴവൾ പറഞ്ഞു, അമ്മ ഞാൻ ഹോം ഡ്യൂട്ടിയിലാണ്, ഞാനവിടെ വിളിച്ച് പറഞ്ഞോളാം. പെട്ടെന്ന് പപ്പ അവിടെ എത്തിക്കാൻ പറഞ്ഞു. അയ്യോ, എമർജൻസിയിൽ കയറ്റി. ഫേബയുടെ പപ്പ എന്ന് പറഞ്ഞ് എല്ലാവരും വന്ന് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു. പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. സമയം കഴിഞ്ഞു പോയി. BP വന്നിട്ട് പ്രഭാതത്തിൽ തുടങ്ങിയതാണ്, പോയില്ലല്ലോ തക്ക സമയത്ത്. അതിൻ്റെ എല്ലാ ബലഹീനതകളും അനുഭവിക്കുന്നുണ്ടായിരുന്നു ശരീരത്തിൽ. എന്നാലും ആ ഇഞ്ചക്ഷൻ എടുത്തിട്ട് അല്പം മാറ്റം പോലെ തോന്നി എനിക്കറിയില്ലല്ലോ. പിന്നെ ഒരു ട്രിപ്പ് ഇട്ടു. അതിനുശേഷം അല്പം കഴിഞ്ഞ് അധികമായി അങ്ങ് വൊമിറ്റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വൊമിറ്റിങ് ചെയ്തപ്പോൾ തന്നെ ഈ ശരീരം, തലയുടെ ഭാഗമൊക്കെ വിറയ്ക്കുന്ന ഒരനുഭവം. ഞാൻ ഡോക്ടറോട് പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മകളും ഡോക്ടറൊക്കെ ഓടി വന്നിട്ട് അത് ഫിക്സിൻ്റെ ആരംഭമാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് വീണ്ടും ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് പെട്ടെന്ന് ICUലോട്ട് മാറ്റാൻ പറഞ്ഞു. അങ്ങനെ ICUലോട്ട് മാറ്റുന്നതിന് മുമ്പേ ഒരു MRI സ്കാനിങ് ചെയ്തു. ആ സ്കാനിങ് തലയിലെ ഞരമ്പ് പൊട്ടി നല്ല ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നും പറയാൻ വയ്യാത്ത അവസ്ഥ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ICUയിൽ തന്നെ ആക്കി. അതിന് മുന്നായിട്ട് ഞാൻ എബി ബ്രദറിനോട് പറഞ്ഞില്ലായിരുന്നു. എങ്ങനെയോ അവിടെ വന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിന് മുന്നേ തന്നെ ഒരു CT സ്കാൻ കഴിഞ്ഞു. ആ സ്കാനിങ്ങിൽ ഇപ്രകാരം പറഞ്ഞു, ദേവദാസനോട് ഞങ്ങൾ ഈ വിശേഷം പറഞ്ഞു, ഒരു സർജറി വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്യും, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ വാക്കിലും വിശ്വസിച്ചു. വീണ്ടും ഒരു CT സ്കാൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ അത്ഭുതപ്പെടുമാർ പറഞ്ഞു, തലയിലെ ആ ബ്ലീഡിങ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു സർജറി വേണ്ടി വരില്ല. ഫേബയുടെ പപ്പയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയുന്നില്ല. അപ്പോഴവൾ പറഞ്ഞു, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ നല്ലൊരു പള്ളിയിൽ പോകുന്നു, ദേവദാസിനെ കുറിച്ച് അവിടെ പറഞ്ഞു. അപ്പോൾ എന്തായാലും ദൈവം അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞു. പിന്നെ ICUയിൽ പുള്ളി ICUയിൽ തന്നെ ആക്കിയിരുന്നു. പ്രഭാതത്തിൽ വീണ്ടും ഒരു CT സ്കാൻ കഴിഞ്ഞു. അതിൽ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഈ ഞങ്ങളുടെ എബി അവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, ചേട്ടനെ ചെന്ന് കണ്ടിട്ട് എന്നോട് ഇപ്രകാരം, ആൻറ്റി വിഷമിക്കേണ്ട, നമ്മുടെ ദൈവം വിശ്വസ്തൻ, വലിയവൻ, വാക്ക് മാറാത്തവൻ, ദൈവം കൈവിടില്ല. ലാസറിൻ്റെ മരണം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. എന്നാൽ അനുബ്രദറിന് വന്ന അസുഖം ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ട് കേട്ട് സന്തോഷിപ്പാൻ ദൈവം ഇടയാക്കുമെന്ന് പറഞ്ഞു. അതും ഞങ്ങൾ വിശ്വസിച്ചു. അതും ദൈവവാക്ക് തന്നെ ആയിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ICUയിൽ നിന്ന് റൂമിലോട്ട് മാറ്റി. ആ സമയം എൻ്റെ ഇളയ പൈതൽ ദേവദാസനെ കാണുവാൻ കടന്നുപോയി. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ദേവദാസൻ്റെ അടുക്കൽ പോയിട്ട് പപ്പയുടെ കാര്യം എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ കരഞ്ഞിട്ടാണ് അവിടെ വന്ന്. ഒന്നും പറയാനായിട്ട് കഴിഞ്ഞില്ല. എന്നോട് വന്ന് ഇപ്രകാരം പറഞ്ഞു, അമ്മ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല, എനിക്ക് പപ്പയോർത്തപ്പോൾ ഭയങ്കര വിഷമമായി, ഒന്നും പറഞ്ഞില്ല. എന്നാൽ ദേവദാസൻ നിർദ്ദേശിച്ച പ്രകാരം പ്രാർത്ഥനാ പ്രോഡക്റ്റുകളും പ്രയർ ക്ലോത്ത് എല്ലാം തന്നു. അത് ഞങ്ങൾ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ICUയിൽ നിന്ന് പുറത്തെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടതുഭാഗം മൊത്തം ചലനശേഷി നഷ്ടപ്പെട്ടു, കാഴ്ച നഷ്ടപ്പെട്ടു, ഓർമ്മശക്തി നഷ്ടപ്പെട്ടു എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പതറിയില്ല. ഒരു ശക്തി എന്നെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന അത് ദൈവസാന്നിധ്യം തന്നെ. ഞാൻ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക എന്നൊരു ശബ്ദം എനിക്ക് കേൾക്കാനായിടയായി. ആ ദൈവം ഞങ്ങളെ കൈവിട്ടില്ല. തുടർന്ന് ICUയിൽ നിന്ന് പിറ്റേ ദിവസം റൂമിലോട്ടാക്കി. മൂന്നാമത്തെ ദിവസം ഭവനത്തിലേക്ക് വരുവാൻ ദൈവം സഹായിച്ചു. ഞങ്ങൾ അപ്രകാരം ദേവദാസനെ വിളിച്ച് പറഞ്ഞു, ഇന്ന് ഡിസ്ചാർജ് ആകും, 4ാമത്തെ ദിവസം ഡിസ്ചാർജ് ആകും എന്ന് പറഞ്ഞു. അപ്പോൾ ദേവദാസൻ പറഞ്ഞ മറുപടി, ദൈവം അനുഗ്രഹിക്കട്ടെ, ഇവിടുന്ന് പോകുന്ന അവസ്ഥയെ ദൈവം സംരക്ഷിക്കും, ദൈവം പ്രവർത്തിക്കും, ദൈവം അനുഗ്രഹിക്കും. ദൈവം യാത്രയിൽ യാതൊരു ആപത്തും കൂടാതെ സംരക്ഷിച്ചു. ദൈവം ഒരു സർജറി കൂടാതെ ദൈവം പൂർണ്ണ സൗഖ്യം നൽകി. പൂർണ്ണമായ ആരോഗ്യത്തോടെ ചലനശേഷി നഷ്ടപ്പെട്ടു എങ്കിലും ജീവിക്കുന്നവരുടെ
ദേശത്ത് ഒരു സാക്ഷിയായി തീരുവാൻ സർവശക്തൻ ഇടയാക്കും. വളരെ ഭാരത്തോടായിരുന്നു. എങ്ങനെ എപ്രകാരം 10-21 ദിവസം വരെ കിടക്കയിൽ തന്നെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു, കർത്താവ്, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? എന്നാൽ എൻ്റെ ബന്ധുക്കളെല്ലാം ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെ സഹായിക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ബെഡ് വിരിക്കാൻ വരെ എല്ലാ കാര്യത്തിലും ദൈവം എന്നെ സഹായിക്കാൻ ആൾക്കാരെ തന്നു. ആ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ മുടങ്ങാതെ ഫിസിയോതെറാപ്പി ചെയ്യണം. ഞങ്ങൾ ആ വിഷയത്തിൽ ഭാരപ്പെട്ടില്ല. ഞങ്ങളുടെ ഭവനത്തിൽ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പൈതലുണ്ടായിരുന്നു. അവൾ എല്ലാ ദിവസവും വരുമായിരുന്നു. മാമൻ്റെ അവസ്ഥ കണ്ടിട്ട് അവൾക്ക് വളരെ ഭാരം തോന്നി. അവൾ എല്ലാ ദിവസവും വന്ന് മിഷൻ വെച്ചാണ് എല്ലാം ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു 3 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മാമനെ എണീക്കാൻ കഴിയും, ഭാരപ്പെടേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ 3 ആഴ്ചയൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ ശരീരം കൈകാലുകൾ അനക്കാൻ തുടങ്ങി, ചരിഞ്ഞ് കിടക്കാൻ തുടങ്ങി. നഷ്ടപ്പെട്ട കാഴ്ചശക്തി ഏറെ ലഭിക്കാനായിട്ട് തുടങ്ങി. ഓർമ്മശക്തി വന്നു. ഇതിനിടയ്ക്ക് എഴുന്നേറ്റ് കട്ടിലിരിക്കുമ്പോൾ എന്നോട് പറയും, എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറയും പറ്റില്ല. അപ്പോൾ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് അവൾ തന്നെ വാക്കർ വെച്ച് പിടിച്ച് നടത്തിക്കുമായിരുന്നു. അങ്ങനെ ബെഡിൽ നിന്ന് ജനാലയുടെ അടുത്തേക്ക് നടത്തിക്കും. അതിനുശേഷം ഹാളിലോട്ട് പോകും, അടുത്ത് സിറ്റൗട്ടിലേക്ക് പോകും. അങ്ങനെ 2-3 ആൾക്കാരുടെ ഹെൽപ്പോടെ നടന്നു. പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി, പിന്നെ റോഡിലേക്ക് ഇറങ്ങി, പിന്നെ 2 പേരുടെ ഹെൽപ്പോടെ കുറേ ഭാഗം നടക്കും. പിന്നെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പിടിച്ചുകൊണ്ട് നടന്നു. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ യാതൊരു ആപത്തും ഉണ്ടാവാതെ ജീവനെ തിരിച്ചു നൽകി സുഖത്തോടെ സന്തോഷത്തോടെ ഒറ്റയ്ക്ക് പ്രഭാതത്തിൽ ഒത്തിരി ദൂരം നടക്കും. ദൈവം ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന് കോടി നന്ദികളും സ്തുതികളും സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞങ്ങളുടെ ബ്രദർ അപ്പോസ്തലൻ റവറൻഡ് ഷാജി ഷാലോം അവർക്കും പ്രിയമൻ എബി ഷാലോമിനും കുടുംബത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഒത്തിരി വോളണ്ടിയർ സഹോദരന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവർക്ക് നന്ദി. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും നന്ദി പറഞ്ഞിട്ട് ഈ സാക്ഷി എന്ന് വിരമിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരനെ, ദൈവം ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥകളിൽ നടക്കുവാനാക്കിയ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ വിടുതലിനെ കുറിച്ചാണ് നാം ഇവിടെ കേട്ടത്. ഈ സാക്ഷ്യം കേട്ട സഹോദരങ്ങൾക്ക് വേണ്ടി പറയട്ടെ, നിങ്ങളും രോഗാവസ്ഥയിലാണെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. കൈയടിച്ച് കർത്താവിൻ്റെ മഹത്വത്തോടെ നാം തുടർന്ന് മറ്റൊരു സാക്ഷ്യം കേൾക്കുവാൻ പോകുന്ന സമയമാണ്. ഹല്ലേലൂയ. സഹോദരി മേരി സ്റ്റെല്ല തനിക്ക് പെട്ടെന്നുണ്ടായ രോഗാവസ്ഥകളിൽ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായ ഒരു വിടുതൽ നൽകി എന്നുള്ള സാക്ഷ്യമാണ്. സഭയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചത് സഹോദരിയുടെ ജീവിതത്തിൽ ഭയാനകമായ അവസ്ഥകൾ മാറുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചു. ജീവിക്കുന്ന ദൈവം ഇന്നും അത്ഭുതങ്ങളും അടയാളങ്ങളും വചനപ്രകാരം ചെയ്യുന്നുവെന്ന് നമുക്ക് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സാക്ഷിയായി, ജീവനുള്ള സാക്ഷിയായി, ജീവനുള്ള ദേശത്ത് നിൽക്കാൻ കർത്താവ് കൃപയാൽ സഹായിച്ചതിനായി സ്തോത്രം, നന്ദി പറയുന്നു. 2024 നവംബർ മാസം മുതൽ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. നടുവേദനയും ശരീരം അസ്വസ്ഥതയും, നിൽക്കുവാനോ നടക്കുവാനോ കഴിയാതെ, ബൈക്കിൽ യാത്ര ചെയ്യുവാനൊന്നും കഴിയാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ബ്രദറിനോട് വന്ന് പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പോഴത്തേക്കും ബ്ലീഡിങ് മാറും, വേദനയെല്ലാം മാറും, സൗഖ്യമാകും. പിന്നെ വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഹോസ്പിറ്റലിൽ പോയി, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ബ്ലഡ് കുറവാണ് ശരീരത്തിൽ, 7.5% മാത്രമേ ബ്ലഡുള്ളൂ, ബ്ലഡ് അടയ്ക്കേണ്ട അവസ്ഥയാണ്, അഡ്മിറ്റ് ആവേണ്ടതാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അഡ്മിറ്റ് ആവേണ്ട എന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. അപ്പോൾ ഒരു ഫൈബ്രോയിഡ് ഉണ്ടെന്ന് അറിഞ്ഞു. സർജറി ചെയ്യണമെന്നും പറഞ്ഞു. പക്ഷേ ബ്ലീഡിങ് ഉള്ളത് കാരണം, ശരീരത്തിൽ ബ്ലഡ് ഇല്ലാത്തത് കാരണം സർജറി ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 2 മാസത്തേക്ക് പീരീഡ്സ് മാറ്റി വെച്ച് മെഡിസിൻ എടുത്തതിന് ശേഷം സർജറി ചെയ്യാം, ശരീരം നോക്കി ആവട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ ഒന്ന് ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്രദറിന് സാരമില്ല. അപ്പോൾ തന്നെ എനിക്ക് പ്രെയർ ഓയിൽ തരികയും ബ്രദർ പ്രാർത്ഥിച്ചു വിടുകയും ചെയ്തു. കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിനായി പോയപ്പോഴത്തേക്കും ബോഡിയെല്ലാം ഓക്കെയാണ്, ബ്ലഡെല്ലാം നോർമൽ സ്റ്റേജിലായി, ശരീര സൗഖ്യത്തോടെ ആയിരിക്കുന്നു, ഇനി സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. ബ്ലീഡിങ് ആയിരുന്നത് കൊണ്ട് ഈ ബ്ലീഡിങ് മാറണമെങ്കിൽ യൂട്രസിൻ്റെ ഓപ്പൺ ഭാഗത്താണ് ഫൈബ്രോയിഡ്, അത് നീക്കം ചെയ്താൽ മാത്രമേ ഈ ബ്ലീഡിങ് മാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്തേക്കും പെട്ടെന്ന് സർജറിക്കായിട്ട് ഡേറ്റ് കുറിക്കേണ്ടായി. പക്ഷേ ആ സമയത്താണ് ബ്രദർ മിഷൻ ജേണിക്ക് നേപ്പാളിൽ പോയിരുന്നത്. എനിക്ക് ബ്രദറിനോട് പ്രത്യേകിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനോ ഹീലിംഗ് പ്രെയറിൽ പങ്കെടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. വളരെയേറെ ഭാരത്തോടെ ആയിരുന്നു. സർജറി ചെയ്യണമോ പ്രെയറിൽ പങ്കെടുക്കണമോ എന്ന് സ്വന്തമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. എന്നാലും എൻ്റെ കർത്താവ് കൂടെ ഇരുന്ന് എന്നെ വഴി നടത്തി.
ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് ബുധനാഴ്ച അനസ്തേഷ്യ ഡോക്ടറെ കണ്ടു, വ്യാഴാഴ്ച അഡ്മിറ്റ്, വെള്ളിയാഴ്ച സർജറി പറഞ്ഞു. പക്ഷേ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് വേറെ ഒരു മെഡിസിനും എടുത്തില്ല, ആൻറ്റിബയോട്ടിക് ഒന്നും എടുത്തില്ല. ബ്രദറിനോട് വിളിച്ചു പറഞ്ഞു. ബ്രദർ നേപ്പാളിലായിരുന്നു, ചേട്ടനെ മിഷൻ ജനിക്ക് പോയിരിക്കുകയായിരുന്നു. പക്ഷേ അടുത്ത ചേട്ടനും ഇല്ല, ആരോടും പറയാനുമില്ല. സഹോദരിമാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരുടെ വാക്ക് ധിഖരിക്കാനും വയ്യ. സർജറിക്ക് അഡ്മിറ്റ് ആവുക മാത്രമേ വഴിയുണ്ടായിരുന്നുള്ളൂ. ബ്രദറിനോട് വിളിച്ചു പറഞ്ഞു. ബ്രദർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് നടക്കട്ടെ. ബ്രദർ ആ സമയം തന്നെ എന്നെ പ്രാർത്ഥിച്ചു ഫോണിലൂടെ ബ്രദർ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ കിടന്നുറങ്ങി. ഒരു അരമണിക്കൂർ കിടക്കുന്നു. ഞാനാണ് 2.25 മണിക്കൂർ കിടന്നുറങ്ങി. എണീറ്റപ്പോഴത്തേക്കും എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് തോന്നി. ബാത്റൂമിൽ പോയപ്പോഴത്തേക്കും എനിക്കെന്തൊരു അസ്വസ്ഥത പോലെ, എന്തോ വരുന്നത് പോലെ തോന്നി. ഞാൻ പെട്ടെന്ന് കൈകൊണ്ട് അതിനെ എടുത്തപ്പോൾ ഒരു നാരങ്ങ വലിപ്പമുള്ള ഒരു മുഴയായിരുന്നു അത്. ഒരു മാംസ കഷ്ണമാണത്, ബ്ലഡ് അല്ല, ബ്ലഡ് പീസും അല്ല, അത് മാംസ കഷ്ണമാണ്. അതിനകത്ത് ഒത്തിരി ബബിൾസും കുമിളകളും അതുപോലെ തന്നെ കുഴിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ ഇറ്റ് വീഴുന്ന കണ്ടപ്പോൾ എനിക്ക് തന്നെ ഭയമായി. ഞാൻ ഉടനെ അതിനെ ക്ലോസറ്റിലിട്ട് കൈ കഴുകി. എൻ്റെ മനസ്സിൽ ഉടനെ പറഞ്ഞു, എനിക്ക് കർത്താവ് സൗഖ്യം തന്നതാണ്, എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മുഴ പോയതാണ്. പക്ഷെ ഞാനത് ആരോടും പറഞ്ഞില്ല. മോളും ഉണ്ടായിരുന്നിട്ടും ഞാൻ അവളതും പറഞ്ഞില്ല. പക്ഷേ എനിക്കകത്തൊരു റൂമിൽ വന്ന് കിടക്കാൻ പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അസ്വസ്ഥത. എൻ്റെ കർത്താവ് എനിക്ക് തന്ന സൗഖ്യത്തെ ഞാൻ ആരോടും പറഞ്ഞുമില്ല, കാണിച്ചുമില്ല. പക്ഷേ വീണ്ടും വന്ന് ബെഡിൽ വന്ന് കിടന്നപ്പോൾ വീണ്ടും എനിക്ക് യൂറിൻ പാസ് ചെയ്യും പോലെ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. ഞാൻ വീണ്ടും ബാത്റൂമിലേക്ക് പോയപ്പോഴേക്കും വീണ്ടും ഒരു പീസ്, അത് ഈ മുഴയെ പൊതിഞ്ഞിരുന്ന ഒരു ആവരണമായിരുന്നു. അതിലും നിറയെ ബബിൾസ് ആയിരുന്നു. അതിന് ഞാൻ പെട്ടെന്ന് തന്നെ ഫോട്ടോ എടുത്ത് ഡോക്ടേഴ്സിനെ അയച്ചു കൊടുത്തു, ചേട്ടനെ അയച്ചു കൊടുത്തു. ചേട്ടൻ ബ്രദറിനെ കാണിച്ചു. ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, വരുന്ന ആഴ്ച സാക്ഷ്യം പറയണം, കർത്താവ് തന്ന അത്ഭുതമാണത്, ദൈവം തന്ന നന്മയ്ക്ക് നന്ദി പറയുന്നു. അതിനുശേഷം എന്നിട്ടും ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ ഹോസ്പിറ്റലിൽ പോയി. അഡ്മിറ്റ് ആകാൻ പറഞ്ഞതല്ലേ, ചേച്ചിയെ വിളിച്ച് പറയുമ്പോൾ ചേച്ചി പറഞ്ഞു കർത്താവ് സൗഖ്യം തന്നതാണ്, എന്നാലും നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വ്യാഴാഴ്ച രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോഴേക്കും ഡോക്ടറോട് കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു മുഴ പോയതായിരിക്കും, അല്ലെങ്കിൽ പീരീഡ്സ് ആകാതിരുന്നിട്ട് ആയതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നാലും ഒരു സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ബൾക്കി യൂട്രസ് ആയിരുന്നു, അത് നോർമലായി. ഇൻഫെക്ഷൻ ആയിരുന്നു, ഇൻഫെക്ഷൻ മാറി. വയറ് വീർത്തിരുന്ന അവസ്ഥയെല്ലാം മാറി, ബ്ലീഡിങ് എല്ലാം മാറി, യൂട്രസ് എല്ലാം ക്ലീനായി. ഇനി സർജറി വേണ്ടാന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. കർത്താവ് തന്ന സൗഖ്യത്തിനും പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി പറയുന്നു. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. സർജറി മാറ്റിവെക്കുവാൻ തക്കവണ്ണം നേപ്പാളിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുഴ എടുത്തു മാറ്റിയ യേശു കർത്താവിൻ്റെ അത്ഭുത സൗഖ്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ കേട്ടത്. ഈ ഭാരത്തോടായിരിക്കുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടി പറയട്ടെ, ഇന്ന് വിടുതലിൻ്റെ ദിവസമാണ്. വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ മേരി സ്റ്റെല്ല സിസ്റ്ററെ സൗഖ്യമാക്കിയ ദൈവം ഇന്ന് അനേകം വ്യക്തി ജീവിതങ്ങളുടെ മുഴയെ എടുത്തു മാറ്റുവാൻ തക്കമുള്ള ഒരു വീര്യപ്രവൃത്തി കർത്താവ് ചെയ്യുമെന്ന് ഈശോ ഓർപ്പിക്കട്ടെ. കൈയടിച്ച് കർത്താവിന് മുഖത്ത് കൊടുക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്ഭുതമാണ് 2 ടെസ്റ്റിമണി നമ്മൾ കേട്ടു. സ്തോത്രം. അനിൽകുമാർ ബ്രദറിൽ കൂടി യേശു ജീവിക്കുന്നു, മേരി സ്റ്റെല്ല സിസ്റ്ററിൽ കൂടി യേശു കർത്താവ് ജീവിക്കുന്നു. ഇന്ന് രാത്രികാലം ഇതിനും വലുത് ദൈവം ഈ കാക്കാമുല പ്രദേശത്ത് 2-ാം ദിവസം സുവിശേഷ മഹായുദ്ധത്തിൽ കൂടി നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് ചെയ്യുമായിട്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി നമ്മൾ പോസ്റ്റിലും മറ്റ് അഡ്വർടൈസ്മെൻറ്റിലൊക്കെ ശ്രദ്ധിച്ചതുപോലെ തന്നെ ഷാലോം ഗോസ്ബൽ മിനിസ്ട്രിയുടെ ഡയറക്ടറും കർത്താവിൽ സ്തോത്രം പ്രസിദ്ധമായിരിക്കപ്പെടുന്ന അപ്പോസ്തലൻ സ്തോത്രം മന്നാറ്റിയുടെ ചെയർമാനുമായിരിക്കപ്പെടുന്ന കർത്താവിൽ പ്രസിദ്ധമായിരിക്കുന്ന ദേവദാസൻ ഡോക്ടർ ഷാജി ശാലോം തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ദൈവനാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം. നമ്മുടെ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ഇത് രാത്രി സ്തോത്രം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യനായിട്ട് നന്ദിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വളരെ മനോഹരമായ അനുഭവ സാക്ഷ്യങ്ങളും ഗാനങ്ങളുമൊക്കെ ആലപിക്കുകയും പറയുകയൊക്കെ ചെയ്ത കൂട്ടു സഹോദരങ്ങൾ, ഇന്ന് രാത്രി സമയത്തിൽ ഈ ഗ്രൗണ്ടിനകത്തും പുറത്തും ഇരുന്ന് ദൈവശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാന്യശ്രോതാക്കൾ എല്ലാവർക്കും ക്രിസ്തയേശുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും നന്ദിയെയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പറയാവോ?
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ ഒരു അനുഗ്രഹ മഴയോട് കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എല്ലാത്തിനും ഒരടയാളം നല്ലതാണല്ലോ. പ്രകൃതിയിലൂടെ ദൈവം നമുക്ക് ഒരനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കൈയടിച്ച് പ്രൈസ് ഗോഡ്. തടസ്സങ്ങളായിട്ടല്ല ദൈവസഭ മനസ്സിലാക്കേണ്ടത്. തടസ്സങ്ങളൊക്കെ നമുക്ക് ചവിട്ടിക്കയറാനുള്ള അനുഗ്രഹങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. പ്രൈസ് ഗോഡ്. ഇതുപോലെ ഒരുപാട് മഴയത്ത് കുടയുണ്ടായിരുന്നിട്ടും കുട പിടിക്കാതെ നനഞ്ഞുകൊണ്ട് നിന്ന്, ഇതുപോലത്തെ മഴയല്ല, പെരുമഴ, സ്വത്രം. പെരുമഴയത്ത് ദൈവവചനം വളരെ ശക്തമായി പ്രസംഗിച്ചപ്പോൾ അന്ന് എനിക്ക് മനസ്സിലായില്ല എന്നാത്തിനാണ് ഞാൻ ഈ പണി ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ നനഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത് കൊണ്ട് ഇന്ന് സ്വർഗത്തിലെ കർത്താവിനെ എത്രത്തോളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. സംശയിക്കേണ്ട, ഇന്ന് നനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് പ്രതികരിച്ചോ. വാതിൽക്കൽ ഒരു അനുഗ്രഹം കിട്ടുക. ഇപ്പം മനസ്സിലാക്കുന്നില്ല എന്നാത്തിനാ ഈ ഗ്രൗണ്ടിൽ വന്നിരുന്ന് ഇങ്ങനെ തുള്ളി ചാറ്റൽ മഴയിട്ട് ഞാൻ ഇരിക്കുന്നത്. നിനക്കറിയത്തില്ലെങ്കിലും കർത്താവിന് നന്നായിട്ടറിയാം. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. ഞാൻ നിന്റെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുകയാണ്. സ്തോത്രം. ഏതൊക്കെ പട്ടണത്തിൽ പെരുമഴയോട്, കേരളത്തിൽ മാത്രമല്ല, ഞാൻ ആന്ധ്രയിലെ കാര്യം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. സ്തോത്രം. നിലത്ത് ചവിട്ടാൻ പോലും പറ്റാതെ, അല്ലെങ്കിൽ മുട്ടുവരെ ചെളിയിലങ്ങ് താഴ്ന്നു പോകത്തക്ക വിധത്തിലും അവസാനം വണ്ടിയൊക്കെ പൊതഞ്ഞു. എന്നിട്ടും പ്രസംഗം നിർത്തിയില്ല. പെരുമഴയത്തിലും സ്തോത്രം. ഞാൻ നനഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വിശ്വാസികളും ആരും തിരിച്ചു പോകുന്നില്ല, സകല പേരും നനഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ആന്ധ്രയിൽ ഞങ്ങളിപ്പോൾ പോകുന്ന സമയത്തിൽ വളരെ സ്വീകരണമാണ്. ഒരു കാലഘട്ടത്തിൽ ഓടി നടന്ന ആന്ധ്രാപ്രദേശത്തിൽ ഇന്ന് ഒത്തിരി കോണ്ടാക്റ്റ്, ഒത്തിരി പേര് ദൈവവചനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്ഷണിക്കുന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി സമയത്തിലും നമ്മൾ തടസ്സങ്ങളെ കണ്ട് തടസ്സങ്ങളായിട്ടല്ല, അതൊക്കെ സ്വർഗം നമുക്ക് തരുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ളതിന് സംശയമില്ല. ഒരിക്കൽ കൂടി കേൾക്കാമെന്നതല്ല, നമ്മളിന്ന് പ്രാപിക്കാമെന്നതാണ്. അങ്ങനെയാണെങ്കിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം. അനിൽകുമാറിൻ്റെ കൂടെ കിടന്നവരാരും എണീറ്റില്ല. പലരും ഇന്നും ചാകത്തുമില്ല, കട്ടിലൊഴിയത്തില്ല എന്ന് പറഞ്ഞ് ബെഡിൽ കിടക്കുമ്പോൾ സഹോദരൻ അനിൽകുമാർ ഈ പടിയൊക്കെ കയറി മേളിലേക്ക് കടന്നു വന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിന്നെൻ്റെ പിന്നാമ്പുറത്തിൽ ഒരു മെഡിക്കൽ സയൻസുമല്ല, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു അദൃശ്യകരം സഹോദരൻ അനിൽകുമാറിൻ്റെ പിന്നിലുണ്ടായിരുന്നു. എന്നോടൊപ്പം അങ്ങനെ വിശ്വസിക്കുന്നവരെന്ന് പ്രതികരിച്ചോ. ആമീൻ. അതൊരു മെഡിക്കൽ സയൻസിൻ്റെ പവറല്ല. ആമീൻ. മെഡിക്കൽ സയൻസിൻ്റെ പവറിൽ മാത്രം ആശ്രയിച്ചവരൊക്കെ ഇന്നും ആ ബെഡിൽ നിന്ന് എണീറ്റിട്ടില്ല. അവിടെ നിന്ന് എണീക്കാതെ കിടക്കപ്പെടുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച ഭക്തൻ ഇതിൻ്റെ മേളിൽ ചാടി കയറി ഓടി നിന്ന് സ്വന്തമായിട്ട് കടന്നു വന്ന് ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നിന്നേച്ചു പോയി. പ്രൈസ് ഗോഡ്. രണ്ടാമതൊരു സാക്ഷ്യം കൂടെ നമ്മൾ കേട്ടു. മറ്റൊന്നുമല്ല, ഒരു സഹോദരി തൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. സാധാരണ സ്ത്രീകൾക്ക് ഇത്രയും പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ചിലപ്പോൾ മാനക്കേടായിരിക്കും. കാരണം സ്തോത്രം, അവൾ ബ്ലീഡിങ് രോഗത്താൽ ഭാരപ്പെട്ട 12 വർഷം ബ്ലീഡിങ് രോഗത്താൽ ഭാരപ്പെട്ട സ്ത്രീയെ കോപ്പി അടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കവലയിൽ നിന്നുകൊണ്ട് തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു, യേശു എനിക്ക് സൗഖ്യം തന്നു. എൻ്റെ രോഗം ഇന്നത്തെ കാലം അന്ന് അതൊരു മാരകമായ രോഗമായിരുന്നു, പുറത്ത് പറയാൻ കൊള്ളാത്ത രോഗമായിരുന്നു. പക്ഷേ സ്തോത്രം, ഇന്ന് പ്ലാറ്റ്ഫോമിൽ സകല ജനവും കേൾക്കെ പറഞ്ഞു. കാരണം തനിക്കൊന്ന് മനസ്സിലായി, തൻ്റെ ശരീരത്തിലേക്ക് ഒരു സർജറി ചെയ്യുവാനായിട്ട് മെഡിക്കൽ സയൻസ് തീരുമാനിച്ചപ്പോൾ ഡേറ്റിട്ട സമയത്ത് തൻ്റെ മാനസികാവസ്ഥ താൻ മറന്നു കാണത്തേയില്ല. തൻ്റെ ശരീരത്തെ കീറി മുറിക്കുന്നത്, ആ ഓപ്പറേഷൻ ടേബിളിലേക്ക് തന്നെ എടുത്ത് കിടത്തുന്നത്, തന്നെ കത്തി വയ്ക്കുന്നതൊക്കെ തനിക്ക് ഓർത്തപ്പോൾ തനിക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഒന്ന് പ്രാർത്ഥിച്ച് ബലപ്പെടുത്താൻ പോലും ഒരാളില്ല. മനസ്സിനെ ഒന്ന് ധൈര്യപ്പെടുത്താൻ ടീം മുഴുവനും അങ്ങ് നേപ്പാളിൽ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അതുപോലും ഇല്ലാതിരുന്ന മാനസികാവസ്ഥയിൽ സ്തോത്രം, 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 സ്വർഗത്തിൽ ദൈവം നേരിട്ട് ഇറങ്ങി കടന്നു വന്നിട്ട് ആമേൻ ഒരു ടേബിളിലും കിടത്താതെ ഒരു നിമിഷം കൊണ്ട് പച്ചക്കൊരു സർജറി ചെയ്തപ്പോൾ മാനക്കേടില്ലാതെ നാണക്കേടില്ലാതെ ഇന്ന് രാത്രിയിൽ വിളിച്ചു പറഞ്ഞതിൻ്റെ പിന്നാമ്പുറത്തിൽ ഒന്നുണ്ട്. സ്വർഗത്തിലെ കർത്താവിൻ്റെ സ്നേഹം അവൾക്ക് മറക്കാൻ പറ്റുന്നില്ല. ആ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ മുൻപിലേക്ക് തനിക്ക് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ആമേൻ ഒരു ലജ്ജയും ഇല്ലാതെ വണ്ണം സംഭവിച്ചത് അത് അപ്പാടെ തന്നെ വിളിച്ചു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
ഒരുപക്ഷേ ഇതേ രോഗത്തിലും ഇതുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളിലും ആയിരിക്കുന്നവർ സാധാരണ എടുക്കുന്നത് ഫോൺ എടുത്തിട്ട് പ്രാർത്ഥനക്കാരെ വിളിക്കുകയോ പ്രാർത്ഥനപ്പുറയിൽ ഓടുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച അതേ ബ്ലസ്ഡ് പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് ഉപയോഗിക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. സാധാരണ ആദ്യം ഒന്ന് ഫോൺ എടുത്തിട്ട് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യും. ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇതിങ്ങനെ ചുരണ്ടാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് ഈ മുഴ കടന്നു വരുന്നത്? ഇത് എത്ര കാലം ഇങ്ങനെ നിൽക്കും? ഇത് അവസാനം എന്താകും? ഇത് ചുരണ്ടി ആദ്യം തലയ്ക്ക് മത്ത് പിടിക്കും. വീണ്ടും അകത്തോട്ട് ഇതിനെ കയറി പഠിക്കാൻ തുടങ്ങും. പഠിച്ചു പഠിക്കുന്ന സമയത്തിലേക്ക് എൻ്റെ ശരീരം ഇതാ തീർന്നു, എൻ്റെ ജീവിതം ഇതാ തീരാൻ പോകുന്നു, ഇതാ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കീമോതെറാപ്പിയിലേക്ക് കടന്നു പോകുന്നു. തലമുടി പൊടിയുന്നുണ്ട്, പിന്നെ ഞാൻ അവിടെ കിടക്കും, പിന്നെ എഴുന്നേൽക്കത്തില്ല, ചാകത്തില്ല, കത്തിലൊഴിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കിടന്ന് മരിക്കും എന്നായിരിക്കും അവസാനം ആ ഗൂഗിൾ കൊടുക്കുന്ന റിപ്പോർട്ട്. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ചുരണ്ടി ഈ കൈ തേഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഈ ഫോൺ തേഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് പരിപാടി നിർത്തിയിട്ട് യേശുവിങ്കിലേക്കൊന്ന് തിരിയണം, കർത്താവിലേക്കൊന്ന് തിരിയണം, ദൈവത്തിലേക്കൊന്ന് ആശ്രയിക്കപ്പെടണം. ആമേ, നീ നിന്നോട് ഗൂഗിൾ പറയുന്നത് പോലെയല്ല. ഇന്ന് രാത്രി ഏറ്റവും വലിയ ഇൻഫർമേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഡിജിറ്റൽ ബൈബിളുമായിട്ട് ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടാത്ത വലിയൊരു മറുപടി ഈ ബൈബിളിനകത്തുണ്ട്. ഇന്ന് രാത്രി സമയത്തിൽ ആ ബൈബിൾ നിങ്ങൾക്ക് മറുപടി തരും. നിന്റെ പ്രശ്നം എത്ര വലുതായിരുന്നാലും, നിന്റെ വിഷയം എത്ര വലുതായിരുന്നാലും ശരി തന്നെയാണ്. ഇതിന്റെ മധ്യത്തിലെ കർത്താവ് നിങ്ങൾക്കായിട്ട് ഒരു അത്ഭുതത്തെ ചെയ്യും. അത് വിശ്വസിക്കുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റുന്നാട്ടെ. നമ്മൾ ഒന്നുമിച്ച് ദൈവത്തിൻ്റെ നാൽപ്പസാനമേ സ്തുതിക്കാൻ പോകുന്ന സമയമാണ്. ഈ സ്തുതിക്കുന്ന സമയത്തിൽ നിങ്ങൾക്ക് പലർക്കും ഗൂഗിൾ തരാത്ത മറുപടി ഇന്ന് തരപ്പെടാം. ആമേൻ. നൽകാത്ത മറുപടി നിങ്ങൾക്ക് ഇന്ന് അനേകർക്ക് നൽകാം. ഇതുവരേക്കും നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് ലഭിക്കാത്ത മറുപടികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിനക്ക് നൽകാൻ പോവുകയാ. ഈ രാത്രി നിങ്ങളൊന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യപ്പെടുന്ന എൻ്റെ ജീവിതത്തിൽ ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഇൻഫർമേഷൻ ഇന്ന് ലഭിക്കപ്പെടാം. ഇന്ന് രാത്രി സമയത്തിൽ ചെവിയിലല്ല, അതിനോടനുബന്ധിച്ച് എൻ്റെ ഹൃദയത്തിനകത്ത് എൻ്റെ ദൈവം എനിക്ക് എൻ്റെ പ്രശ്നത്തിന് പരിഹാരത്തെ കുറിച്ചൊരു അറിവ് നൽകുകയല്ല, എൻ്റെ പ്രശ്നത്തിന് എൻ്റെ ദൈവം എനിക്കൊരു മറുപടിയെ തരും. എന്റെ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത് രോഗികളെ സൗഖ്യമാക്കാനാണ്. എന്റെ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ വേണ്ടിയിട്ടത്രേ. എന്റെ നാഥൻ ഇന്ന് ഭൂമിയിലേക്ക് അവൻ കടന്നു വന്നത് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട്. രാത്രി സമയത്തില് യോഹന്നാൻ 5-ാം അധ്യായത്തിലേക്ക് കടക്കപ്പെടുമ്പോൾ 38 വർഷക്കാലം ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ കിടന്ന ഒരു വ്യക്തിയെ കുറിച്ച് ഇവിടെ കയറുന്നതിന് മുമ്പ് ഞാൻ എടുത്ത് വായിച്ചു. അതിനൊരു വാക്യം ഇങ്ങനെ എഴുതിയിരിക്കപ്പെടുന്നത് എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞു. അവൻ 5-ാമത്തെ യോഹന്നാൻ 5:14. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട് നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത്. അതിനർത്ഥം ഇവൻ നേരത്തെ പാപം ചെയ്ത വ്യക്തിയാണ്. ദൈവം റിക്വസ്റ്റ് ചെയ്യുക, ഇനി പാപം ചെയ്യരുത്, നിനക്ക് സൗഖ്യം കിട്ടിയിരിക്കുക, നിനക്ക് വിടുതൽ കിട്ടിയിരിക്കുകയാണ്. അതിനർത്ഥം നമ്മുടെ വിശുദ്ധി നോക്കിയിട്ടല്ല ദൈവം സൗഖ്യം നൽകുന്നത്. നമ്മൾ വിശുദ്ധരാകാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സ്വതന്ത്രരാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാത്രി ആദ്യം നിങ്ങൾക്ക് സൗഖ്യം, രണ്ടാമത് കർത്താവ് ഉപദേശം നൽകാം, ഇനി പാപം ചെയ്യരുത് എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ വിശുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ആർക്കും സൗഖ്യം പ്രാപിക്കുവാൻ കഴിയപ്പെടത്തില്ല. ദൈവത്തിലുള്ള അടിയുറച്ച ഒരു വിശ്വാസമത്രേ ഇന്ന് രാത്രി സമയത്തിൽ വിശ്വസിക്കുവാൻ കഴിയപ്പെടുമോ? മേരി സ്റ്റെല്ലയെ സൗഖ്യമാക്കിയ ദൈവം എന്നെയും സൗഖ്യമാക്കുക, ബ്രദർ അനിൽകുമാറിനെ സൗഖ്യമാക്കിയ ദൈവം എന്നെയും സൗഖ്യമാക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളെ ചേർത്തടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിന് മഹത്വം കൊടുക്കാം. കൃപമതിയേ
സ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. സ്വരം മാറുന്നു, നവഗാനം കേൾക്കുന്നു, ജനം തന്നിൽ ആനന്ദിച്ചു നൃത്തം ചെയ്യുന്നു. ആ സന്തോഷത്തിലായുണ്ട് അന്തരംഗത്ത് തിരുസാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. ആ സന്തോഷത്തിലായുണ്ട് അന്തരംഗത്ത് സാന്നിധ്യം മനോഹരം മനോഹരം തന്നെ. കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ, കൃപ വേണമപ്പാ, കൃപ അഭിഷേകത്തിന്റെ കവാടം തുറന്നു വിടുകയാണ്. അഭിഷേകത്തിന്റെ ശക്തതകൾ തുറക്കുകയാണ്. ഇന്ന് രാത്രി ദൈവസഭയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തതകൾ നിനക്ക് അനുകൂലമായി തുറക്കുന്നത് ഞാൻ കാണുന്നു. ചിലവേൽ ദൈവത്തിന്റെ പുതപ്പ് വന്ന് വീഴുന്നു, ദൈവത്തിന്റെ ശക്തി വന്ന് പതിക്കുന്നു, ദൈവത്തിന്റെ കൃപ ചിലർ അനുഭവിക്കുന്നു. അത്ഭുതകരമായ ദൈവിക രോഗശാന്തികൾ സംഭവിക്കുന്നു. ശാരീരിക ബലഹീനതകൾ മാറിപ്പോകുകയാണ്. ദൈവിക രോഗശാന്തി ഇവിടെ സംഭവിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ ഇവിടെ വ്യാപരിക്കുകയാണ്. അഭിഷേകം പ്രാപിക്കാം. അഭിഷേകത്തിന്റെ കൈമാറ്റം ഒരു ഉണർവിനായി, ഒരു വീണ്ടെടുപ്പിനായി, ഒരു വീണ്ടെടുപ്പിനായി അഭിഷേക ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട്, ബന്ധനങ്ങളെ പൊട്ടിച്ചുകൊണ്ട്, ജീവിതങ്ങളെ
യേശു വരികയാണ്. ബെഥസ്ദ കുളത്തിന്റെ കരയിൽ കിടന്നവനെ അന്വേഷിച്ച് വന്നതുപോലെ 38 വർഷക്കാലമായി സൗഖ്യമില്ലാത്തവനെ തേടി യേശു വന്നതുപോലെ ഈ കൂട്ടത്തിൽ ചിലരുടെ അടുക്കലേക്ക് യേശു വരുന്നു. ആ പുറകു ഭാഗത്ത് ചില സഹോദരന്മാരുടെ മേൽ അടുക്കൽ യേശു ഇതാ എത്തിയിരിക്കുക. നിന്നെ സൗഖ്യമാക്കാൻ നിന്നെ അന്വേഷിച്ചു വന്നു. ആ കുളത്തിന്റെ കരയിലേക്ക് വന്നതുപോലെ യേശു നിന്റെ അടുക്കലേക്ക് വരുന്നു. സിസ്റ്റർ, നിന്റെ അടുക്കലേക്ക് യേശു വരുന്നു. ചിലരുടെ ഭവനങ്ങളിലേക്ക് യേശു വരുന്നു. ചിലരെ വിടുവിക്കുവാൻ, ചിലരെ വിടുവിക്കുവാൻ ചിലരുടെ ഭവനങ്ങളിലേക്ക് യേശു വരുന്നു. റോഡ് വക്കിൽ നിൽക്കുന്നവരുടെ അടുക്കലേക്ക് യേശു വരികയാണ്. ബിസിനസ് സ്ഥാപനത്തിൽ ഇരിക്കുന്നവരുടെ അടുക്കലേക്ക് യേശു വരുന്നു. കേന്ദ്രദേശത്തിൽ ഭൂതം ബാധിച്ച ഒരുവനെ അന്വേഷിച്ച് യേശു പോയതുപോലെ ഈ കൂട്ടത്തിൽ ചിലരുടെ അടുക്കലേക്ക് ഇതാ യേശു അടുക്കൽ വരുന്നു. നിനക്കൊരാളിന് വേണ്ടി ഒരു വ്യക്തിയെ അന്വേഷിച്ച് യേശു വന്നതുപോലെ ഇന്ന് രാത്രി നീ നിൽക്കുന്നത് എവിടെയായാലും, നീ ആരാധിക്കുന്നത് ഈ കോണിൽ എവിടെയാണെങ്കിലും, ഈ ശബ്ദപരിധിക്കൽ എവിടെയാണെങ്കിലും അവിടെ യേശു വരുന്നു. നിന്റെ അടുക്കൽ യേശു ഇല്ലാത്തുകയാണ്. നീ നിൽക്കുന്നിടത്ത്, നീ കിടക്കുന്നിടത്ത്, നീ ഇരിക്കുന്നിടത്ത്, നീ ദൈവത്തെ സ്തുതിക്കുന്നിടത്ത് യേശു വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ശബ്ദപരിധിക്കുള്ളിൽ എവിടെയാണോ വിശ്വസിക്കുന്നവന്റെ അടുക്കലേക്ക് യേശു വരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവരുടെ അടുക്കലേക്ക് യേശു വരും. വിശുദ്ധി നോക്കിയിട്ടല്ല, വിശ്വാസം നോക്കിയിട്ട്. വിശുദ്ധി നോക്കിയിട്ടല്ല, വിശ്വാസം നോക്കിയിട്ട് കർത്താവിന്റെ അടുക്കൽ വരും. ഈ ഗ്രൗണ്ടിൽ എവിടെയാണോ അവിടെ കർത്താവുണ്ട്. ഇപ്പോഴും അവന്റെ സാമീപ്യം ചിലർക്ക് അനുഭവിക്കാൻ കഴിയും. ഇപ്പോഴും ചിലർക്ക് ആ സാമീപ്യം അനുഭവിക്കാൻ കഴിയോ? യെസ്, അതനുഭവിക്കുന്നവർ രണ്ട് കരങ്ങൾ അടിച്ചെന്ന് ആ കർത്താവിനെ മഹത്വപ്പെടുത്തി. ആ പ്രസൻസ് എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നു. ആ സാന്നിധ്യം ഇപ്പോഴും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്നെ സൗഖ്യമാക്കുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. എന്നെ വിടുവിക്കുന്നത് എനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. ഓ, കർത്താവിന്റെ ആത്മാവ് ഒരു കാഴ്ച എന്നെ കാണിക്കുന്നു. ഇന്ന് ഒരുപാട് പേർ കേൾക്കാൻ വേണ്ടി തയ്യാറാകണ്ട, പ്രാപിക്കാൻ തയ്യാറാകണം. ഈ കോമ്പൗണ്ട് അഥവാ ഈ നിങ്ങളോ ചുറ്റും, ഈ ഗ്രൗണ്ടിന്റെ ചുറ്റും, നിങ്ങളായിരിക്കുന്നതിന്റെ ചുറ്റും വലിയ ഒരു തീ മതിൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുക. ഒരാഗ്നി മതിൽ. അതിനർത്ഥം എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോവുകയാ. ദൈവം നിന്നെ വലയം വച്ചിരിക്കുകയാ. ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. ആ ചിറകിന്റെ മറവിലാ നീ. വീണ്ടും പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ചിലരുടെ അടുക്കലേക്ക് പോയി സൗഖ്യമാക്കി. ഞാൻ ചിലരുടെ വീടുകളിൽ ചെന്നവരെ സൗഖ്യമാക്കി. ഞാൻ ചിലരായിരിക്കുന്ന സ്ഥലത്ത് സൗഖ്യമാക്കി. പക്ഷേ ചിലർ പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ അടുക്കലേക്ക് പോകാൻ തയ്യാറാ. എന്നെ സൗഖ്യമാക്കിയാലേ ഞാൻ യേശുവിനെ വിട്ടു പോകത്തുള്ളൂ.
എനിക്ക് സൗഖ്യം കിട്ടിയിട്ട് കനാന്യ സ്ത്രീയെ ഞാൻ പോകത്തുള്ളൂ. ഈ കൂട്ടത്തിൽ അങ്ങനെ ചിലരെ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുക്കൽ ദൈവം വന്ന് സൗഖ്യമാക്കിയെങ്കിൽ ചിലരുടെ അടുക്കൽ യേശു വന്നിട്ടില്ല. നീ ഇപ്പൊ പറയണം, ഞാൻ യേശുവിന്റെ അടുക്കലേക്ക് പോകാൻ ആഗ്രഹിക്കുക. ആ ബ്ലീഡിംഗ് രോഗത്താൽ ഭാരപ്പെട്ടവൾ തീരുമാനമെടുത്തു, ഞാൻ സൗഖ്യം പ്രാപിച്ചിട്ടേ പോകത്തുള്ളൂ. ആ കനാന്യ സ്ത്രീ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന്റെ സൗഖ്യം കിട്ടിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. ആ ഫിക്സ് വന്ന് നിലത്ത് കിടന്ന ആ കുഞ്ഞിന്റെ പപ്പ പറഞ്ഞു, സൗഖ്യം കിട്ടിയിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകത്തുള്ളൂ. ആ കർത്താവിന്റെ അടുക്കലേക്ക് ചിലരെ പരിശുദ്ധാത്മാവ് വിളിക്കുകയാണ്. ആമേൻ. പരിശുദ്ധാത്മാവ് ചിലരെ വിളിക്കുകയാണ്. നട്ടെല്ലിന് അസഹനീയമായ വേദനയും സർജറി വരെ മെഡിക്കൽ സയൻസ് നിർദ്ദേശിക്കുകയാണ്. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ വർഷാവർഷമായി ചെയ്തിട്ടും ശരിയാകാത്ത ചിലരെ കർത്താവ് ഈ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. നട്ടെല്ലിന് കേടുള്ളവർ ദയവായിട്ടൊന്ന് മുമ്പിലേക്കൊന്ന് കടന്നു വന്നാട്ടെ. പ്രാർത്ഥനയോടെ, ഇരുമനസ്സോടെ അല്ല, പൂർണ്ണ മനസ്സോടെ. ആമേൻ. എനിക്ക് സൗഖ്യം കിട്ടണമെന്നുള്ള വിശ്വാസത്തോടെ മുൻപിലേക്ക്, ടാർപോളിന്റെ മുൻപിലേക്ക് ഓടി വന്നാട്ടെ. രണ്ടാമത് കർത്താവിനെ കാണിക്കുന്നത് അസ്ഥി സംബന്ധമായ തേയ്മാനത്താൽ ഭാരപ്പെടുന്ന, ജോയിന്റ് തോറും പ്രയാസം അനുഭവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. പ്രത്യേകിച്ചുള്ള കാരണം എല്ല് തേയ്മാനമാണ് അതിനുള്ള കാരണം. അങ്ങനെയുള്ളവർ ഇരുമനസ്സോടെയല്ല, പൂർണ്ണ മനസ്സുള്ളവർ ഓടി മുൻപിലേക്കൊന്ന് കടന്നു വന്നാട്ടെ. ഇത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്. സ്തോത്രം. ഞാൻ ചിലരുടെ അടുക്കൽ പോയി സൗഖ്യമാക്കിയെങ്കിൽ ചിലരെ ഞാൻ എൻ്റെ അടുക്കലേക്ക് വിളിക്കുകയാണ്. ഞാൻ എൻ്റെ അടുക്കലേക്ക് ചിലരെ വിളിക്കുകയാണ്. അല്പസമയത്തിലേക്ക് ആരുടെ ശ്രദ്ധ മാറിപ്പോകരുത്. അല്പസമയത്തിലേക്ക് നിങ്ങൾ ഉദാസീനരാകരുത്. ഒരുപാട് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. ഇന്ന് പ്രാപിക്കണം. ചിലരുടെ മനസ്സിനകത്ത് പിശാച് മന്ത്രിക്കുക, ഞാൻ കുറെ കാലം പ്രാർത്ഥിച്ചതാ, ഇത് ശരിയാകാത്തതാണ്. ഇല്ല ഇല്ല ഇല്ല, ഇന്ന് ശരിയാകുന്ന ദിവസമാണ്. ഇന്ന് ശരിയാകുന്ന ദിവസമാണ്. ഇന്ന് ശരിയാകുന്ന ദിവസമാണ്. ഇന്ന് ശരിയാകുന്ന ദിവസമാണ്. ഓ റബ ശംഭല റബൽ ഭൗഡികത സന്തുനെ രസിഖനന്ധരം ജൽഫല ഭൗഡികത സത്തന. ഭക്ഷണം കഴിക്കുന്ന സമയത്തില് തൊണ്ടയ്ക്ക് അസ്വസ്ഥത, ആമീൻ, എന്തോ ആമീൻ, തൊണ്ടയിലിരിക്കുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്നവർ മുമ്പിലേക്ക് ധൈര്യത്തോടെ, വിശ്വാസത്തോടെ, പൂർണ്ണ മനസ്സോടെ കടന്നു വന്നോളൂ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പൈൽസ് സംബന്ധമായ അസ്വസ്ഥതകളുള്ളവർ വിശ്വാസത്തോടെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരാം. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ. ഒരു കുഞ്ഞിനെ ചൊല്ലി പ്രയാസം അനുഭവിക്കുന്ന, ഒരു കുഞ്ഞിന്റെ രോഗത്തെ ചൊല്ലി ഭാരം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആമേൻ. പൂർണ്ണ മനസ്സോടെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരാവുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. കാലിന്റെ പാദത്തിന്റെ ചുറ്റും വിണ്ടുകീറുന്ന അനുഭവത്താൽ, വിണ്ടുകീറുന്ന അനുഭവത്താൽ നീറ്റലും വേദനയും, കാൽപാദം മുഴുവനും നീറ്റലും വേദന അനുഭവിക്കുന്ന വ്യക്തി, ആമേൻ, പൂർണ്ണ മനസ്സോടെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇപ്പോൾ കടന്നു വരാവുന്ന സമയമാണ്. നിവർന്ന് കിടക്കാനായിട്ട് പറ്റുന്നില്ല. ചരിഞ്ഞ് കിടന്നാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. നിവർന്ന് കിടക്കുന്ന സമയത്തില് ആമേൻ അസ്വസ്ഥതയാണ്. ഒരു സൈഡിൽ ചരിഞ്ഞേ കിടക്കാൻ പറ്റത്തുള്ളൂ. രാത്രിയിൽ ഉറക്കത്തിന് അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ മുമ്പിലേക്ക് കടന്നു വന്നാട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ മനസ്സോടെ നിങ്ങൾ കടന്നു വരാം. റഭാന ശബ്ദല ഹൃദയഗത സത്വനെ ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രിയിൽ ഇവിടെ സംഭവിക്കുവാൻ തുടങ്ങുന്ന സമയമാണ്. ദൈവിക വിടുതലുകൾ ഇന്ന് രാത്രി സംഭവിക്കാൻ തുടങ്ങുന്ന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മൂക്കിൽ സർജറിക്ക് വേണ്ടിയിട്ട് മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്ന വ്യക്തി വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു വരാവുന്നതാണ്. പ്രൈസ് ഗോഡ്. യേശുവിന്റെ നാമത്തിൽ.
റബല റബ ശബ്ദുല റബൽ ഭൗഡികത ശബ്ദുന സ്കാനംഗന്ധര ജൽഘനം ദുലം ദൽ ഭൗഡികത ശബ്ദനം ദൽ ഭൗഡി വൈഡകത ദിരേകത ശബ്ദന ദിരാജല ബൽ ഭൗഡികനം. നമ്മൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. സ്വത്രം. ബാക്കി രോഗങ്ങളെല്ലാം അമീൻ. ഇവിടെ വിളിച്ചു പറയാത്ത രോഗങ്ങളുള്ളവർ നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കപ്പെടണം. പ്രൈസ് ഗോഡ്. ഈ മുമ്പിൽ വന്ന സഹോദരങ്ങൾ ഒന്ന് കണ്ണുറന്നേ. നിങ്ങൾ യേശുവിനെ വളരെ വിലപ്പെട്ടവരാണ്. ഒരു വ്യക്തിയെ അന്വേഷിച്ച കർത്താവ് ഒരു കടലിനെ താണ്ടി ഒരു ഗദരദേശത്ത് പോയി സുഖപ്പെട്ടി. അപ്പോൾ ഇത്രയും പേരെന്ന് പറയുന്ന സമയത്തിൽ ഒരുപക്ഷെ സ്തോത്രം ദൈവത്തിന് ചെറുതല്ല, ദൈവത്തിന് വളരെ പ്രധാനപ്പെട്ടവരാണ് നിങ്ങൾ. ഇന്നൊരു പക്ഷേ ഈ കൺവെൻഷൻ തന്നെ വച്ചത് നിങ്ങളിൽ ആരെയോ സൗഖ്യമാക്കാനാണ്. ഞാൻ ഇങ്ങോട്ട് കാറിൽ വന്നപ്പോൾ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തിൽ ദൈവം എന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞു, ഞാനിന്ന് ചിലരെ സൗഖ്യമാക്കും, ഞാനിന്ന് ചിലരെ സൗഖ്യമാക്കും, ഞാനിന്ന് ചിലരെ സൗഖ്യമാക്കും, വിടുവിക്കും എന്നുള്ളതിനെക്കുറിച്ച്. സ്തോത്രം. സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നത് ഒരിക്കലും നമ്മുടേതായിട്ടുള്ള നല്ല പ്രവർത്തികൾ ഉണ്ടെന്നും ഒരിക്കലും സംഭവിക്കത്തില്ല. ഒരു വാക്യം ആമേൻ ഞാൻ വായിക്കുവാനാക്കി. റോമലേഖനം 3:27 ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മ മാർഗത്താലോ അല്ല, വിശ്വാസ മാർഗത്താലത്രേ. കർമ്മ മാർഗത്തിലൊന്നും സംഭവിക്കൂല. എന്ന് കർമ്മം ചെയ്തിട്ട് നിങ്ങൾ കേട്ടോ, കർമ്മം ചെയ്തിട്ട് ഒന്നും സംഭവിക്കത്തില്ല. എന്ന് നമ്മൾ എത്ര യാഗം കഴിച്ചാലും ശരി തന്നെയാണ്, എത്ര തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലും ശരിയാണ്, ഒന്നും സംഭവിക്കില്ല. പക്ഷേ വിശ്വാസ മാർഗത്താൽ ചിലത് സംഭവിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ്, കർത്താവിലുള്ള വിശ്വാസം. ഇന്ന് രാത്രി സമയത്തിൽ അവൻ എത്ര വലിയ രോഗങ്ങളാൽ പ്രയാസത്താലായിരിക്കുന്നുവെങ്കിൽ നാളെ ഒരു പക്ഷേ ഇതുപോലെ രോഗശാന്തി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എങ്കിലും ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക, എത്ര വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവോ, ഇന്ന് കർമ്മമാർഗത്താലല്ല, വിശ്വാസ മാർഗത്താൽ, യേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ രോഗശാന്തി പ്രാപിക്കാൻ പോവുകയാണ്. നിങ്ങൾ രോഗശാന്തി പ്രാപിക്കാൻ പോകുന്ന സമയമാണ്. സ്തോത്രം. ഒരു മൈക്ക് ആമേ കൊടുത്തേ. ഇദ്ദേഹം കർമ്മം ചെയ്തു, മെഡിക്കൽ കോളേജിൽ കർമ്മം ചെയ്തു, നിംസിൽ കർമ്മം ചെയ്തു, നെയ്യാറ്റിങ്കര കർമ്മം ചെയ്തു, ഇപ്പം വീട്ടിൽ കർമ്മം ചെയ്തു, വൈദ്യന്മാരുടെ കർമ്മം ചെയ്തു, തമിഴ്നാട്ടിൽ കർമ്മം ചെയ്തു. വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. പിന്നെ അവസാനം യേശുവിൽ വിശ്വസിച്ചു. എന്തായിരുന്നു രോഗം? പറഞ്ഞേ. എനിക്ക് പ്രസംഗിക്കാൻ സമയം വേണം, ചുരുക്കി പറയണം. ഞാൻ 7 വർഷമായിട്ട് വീഴുമായിരുന്നു. അങ്ങനെ പല ട്രീറ്റ്മെന്റുകളും ചെയ്തു. ബോധം കെട്ട് വീഴുന്ന അവസ്ഥ, പല ട്രീറ്റ്മെന്റുകളും ചെയ്യും. എല്ലാ റിസൾട്ടും നോർമലായിരുന്നു. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ ഡോക്ടേഴ്സ് കൈകാര്യം ചെയ്തു, എല്ലാത്തിലും ചെയ്തു. എല്ലാ റിസൾട്ടുകളും നോർമല്. അവസാനം ശ്രീചിത്രയിലേക്ക് കടന്നുപോയി, അവിടെയും ചെക്കപ്പ് ചെയ്തു, എല്ലാ റിസൾട്ടും നോർമല്. പിന്നെ സർജറി ചെയ്താൽ ശരിയാവും അവർ പറഞ്ഞു. പേടിച്ചോടി, മരിക്കണേണ് ഞാൻ നല്ലതെന്ന് വിചാരിച്ചു അല്ലേ? ശരി, അതിന്റെ സാക്ഷി ഞാൻ ചുരുക്കി പറയാം. ഞങ്ങൾക്ക് കുറച്ചുകൂടെ പറയാൻ അറിയാവുന്ന ആൾക്കാരാണ്. സ്തോത്രം. ചെറുപ്രായം മുതൽ തന്നെ നിൽക്കണ നിപ്പിൽ കറങ്ങി നിൽക്കും. നേരത്തെ ഇവനിങ്ങനെ നിൽക്കാൻ പറ്റില്ല, അപ്പൻ ഇവിടെ നിൽക്കും, അമ്മ അവിടെ നിൽക്കും അല്ലേ? പ്രേട്ടവരെ കൊണ്ടുവന്നത് രണ്ടുപേരും ഇങ്ങനെ പിടിച്ചിട്ടാണ് കൊണ്ടുവന്നത്. ഈ പിടി വിടൂല്ല. സ്തോത്രം. മൊബൈലുകൾ യൂസ് ചെയ്യാൻ അറിയത്തില്ല. വീട്ടിൽ അടച്ചിട്ട് വളർത്തിയ ഒരു ബേബിയെ പോലെയാണ് ഇവനെ കൊണ്ടു നടന്നത്. സ്തോത്രം. ആശുപത്രികൾ എല്ലായിടത്തും ഇഷ്ടം പോലെ കൊണ്ടു നടന്നു. ഒരു വിധത്തിലേക്കും അവന് സൗഖ്യം കിട്ടാത്ത ഒരു അനുഭവം. ഒടുവിൽ കുടുംബമായിട്ട് സർജറിയൊക്കെ പറഞ്ഞു വന്ന സമയത്തിൽ കുടുംബമായിട്ട് സൂയിസൈഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. കാരണം പൊന്നോമന വീഴുന്നത് കണ്ട് 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 അവർ മടുത്തു. ആമീൻ. ഈ മകൻ്റെതായിട്ടുള്ള രോഗം ഒരിക്കലും സുഖപ്പെടത്തില്ല, അങ്ങനെ മോനില്ലാത്തൊരു ജീവിതം വേണ്ടാന്ന് പറഞ്ഞ് മരിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കാണ് മെഡിക്കൽ കോളേജിലെ ഒരു നേഴ്സ് പറഞ്ഞു, ശാലോം ചർച്ച ഉണ്ട്, ഞങ്ങൾ കൂടെ ചർച്ചയാണ്. സ്തോത്രം. അവിടെ യേശുവുണ്ട്, അവിടെ ചെന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടും? സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. കർമ്മം നിർത്തി. 7 വർഷം ഇതാണ് ചികിത്സിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് വിരുദ്ധൽ കിട്ടിയില്ല. മാത്രമല്ല ബോധം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് 24 മണിക്കൂറും ഒക്കെ ചിലപ്പോൾ ബോധമില്ലാതെ കിടക്കുന്ന അവസ്ഥകളാണ്. അത് ഞാൻ പറയാൻ പറഞ്ഞു. രാവിലെ വീണ് കഴിഞ്ഞാൽ രാത്രി 24 hours അല്ലാതെ ബോധം വീഴത്തേ ഇല്ല. സ്തോത്രം. അത് ഐസിയുയിൽ കയറ്റും. പിന്നെ സ്തോത്രം മാക്സിമം ഒരു ബില്ലും അവരുണ്ടാക്കിയിരിക്കും എന്നുള്ള കർമ്മമാർഗത്താൽ ഒരു വിധത്തിലും നന്നില്ല. പക്ഷേ ശാലോം സെന്ററിലേക്ക് ഞാൻ ശാലോം വിടുന്നു, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് അവന് മനസ്സിലായി, ഇത് കർമ്മത്തിൽ രക്ഷപ്പെടുന്നവരെല്ലാം വിശ്വാസ മാർഗം സ്വീകരിച്ചാൽ മാത്രമേ ഇത് ശരിയാകത്തേ ഉള്ളൂ. വിശ്വാസ മാർഗത്തിലൂടെ മാത്രമേ ഒരു അത്ഭുതം നടക്കത്തേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്തു? യേശുവില് വിശ്വസിച്ചു. ഉറപ്പ് തന്നെ? അതേ, ചുമ്മാ വിശ്വസിച്ചില്ല, ഇല്ല, വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോ ഇന്ന് ഈ പിടിയില്ലാതെ ഇവിടെ നിൽക്കുകയാണ്. സ്തോത്രം. ഇന്ന് ആരും പിടിക്കാതെ, സ്തോത്രം, ഇവൻ വേണമെങ്കിൽ ഞാൻ വീഴാൻ പോയാൽ എന്നെ പിടിക്കും. സ്തോത്രം.
ആ വിധത്തിലേക്ക് വന്നത്. കർമ്മത്താൽ നമുക്ക് സൗഖ്യം കിട്ടത്തില്ല. നമ്മുടെ യാഗങ്ങള്, നമ്മുടേതായിട്ടുള്ള നല്ല പ്രവൃത്തികള്, നമ്മുടേതായിട്ടുള്ള വിശുദ്ധിയൊക്കെ പിന്നെയാണ് കർത്താവ് തരുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, സ്തോത്രം. അപ്പോൾ അവൻ വിശ്വാസ മാർഗത്തെ മുറുകെ പിടിച്ചപ്പോ പിന്നെ അവൻ വീണില്ല. അവൻ അത്ഭുത സൗഖ്യമാണ് എങ്കിൽ വൈദ്യന്മാരുടെ അടുക്കൽ കർമ്മം ചെയ്യാൻ പോകുന്ന നിർത്തണം. സ്തോത്രം. നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ആശ്രയിക്കുന്ന നിർത്തണം. ഇന്ന് രാത്രിയിൽ ഈ കൂട്ടത്തിന് മാത്രമല്ല, സ്തോത്രം 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 സ്തോത്രം. സക്കായിയെ പോലെ ഒളിച്ചിരുന്ന് സൗഖ്യം പ്രാപിക്കാൻ കുറെ പേർ അവിടെ ഉണ്ട്. കുഴപ്പമില്ല, ഇന്ന് ഓഫർ ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് അവിടെ വരും കർത്താവ്. ഇവിടെ മാത്രമല്ല, അവിടെയും കർത്താവ് വരും. ആകയാലിട്ട് നീ പൂർണ്ണമായി വിശ്വസിക്കുക. കർമ്മത്തിൽ രക്ഷയില്ല, വിശ്വാസ മാർഗത്താൽ ഒരു സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കാൻ പോവുകയാണ്. രണ്ട് കരങ്ങളെ ശക്തിയോടെ നടിച്ച് ആ വിശ്വാസത്താൽ ആ രോഗശാന്തി എന്ന് പ്രാപിച്ചോ, ആ രോഗശാന്തി എന്ന് പ്രാപിച്ചോ, ആ രോഗശാന്തി എന്ന് പ്രാപിച്ചോ. Yes, receive it, receive it, receive it, receive it. Ora bala shambhala bala bala bodhigale satana. Sigarike, sigarike. Touch. Ora bala bala touch. Touch. Ipow. 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 Sigarike, sigarike. ദൈവ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങിയ, ദൈവത്തിന്റെ വിടുതൽ നിങ്ങളുടെ മേൽ ഇറങ്ങിയ. അപ്പുറഭാഗത്തുള്ളതൊക്കെ അത്ഭുതകരമായ ദൈവിക രോഗശാന്തി പ്രാപിക്കാൻ, അത്ഭുതകരമായ ദൈവിക വിടുതൽ പ്രാപിക്കാൻ. കർമ്മത്താലല്ല വിശ്വാസത്താൽ, കർമ്മത്താലല്ല വിശ്വാസത്താൽ, കർമ്മത്താലല്ല വിശ്വാസത്താൽ, വിശ്വാസത്താൽ വിശ്വാസത്താൽ വിശ്വാസത്താൽ. ഒരുമിച്ച് എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല, യേശുവേ പോലെ സ്നേഹിപ്പാൻ ആരും ഇല്ല, യേശുവേ പോലെ കരുതാൻ ആരും ഇല്ല. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ കരുതലുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ രക്ഷയുണ്ട്, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ
ഇപ്പോൾ ആരൊക്കെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ രോഗം ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലെന്ന് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ആരൊക്കെ ഈ മുമ്പിൽ വന്നവരും ആ പുറകിൽ വന്നവരും നട്ടലിന് പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് ചുമ്മാ നല്ലതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ചെക്ക് ചെയ്ത പുറകു ഭാഗത്തിലൊക്കെ നിൽക്കുന്നവർ, യേശു നിങ്ങളുടെ ചിലരുടെയൊക്കെ അടുക്കൽ വന്നല്ലോ. ആമീൻ. നിങ്ങൾ രോഗിയായി വന്നു, നിങ്ങൾ രോഗശാന്തിക്ക് ആമീൻ പ്രാർത്ഥിച്ചവരൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത്. ഇന്നലെ എന്തായിരുന്നു വിഷയം? നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വിടുതൽ ചെയ്യും. അതിന് നമ്മുടെ പാരമ്പര്യമൊന്നുമില്ല. വലിയ ഉപസിക്കുന്നവർ ആർക്കും സൗഖ്യം കിട്ടും, ആർക്കും സൗഖ്യം കിട്ടും. ആർക്കും സൗഖ്യം കിട്ടുമെന്നാണ് ഇന്നലെ പഠിച്ചത്. സകല രോഗങ്ങളും ദൈവം സൗഖ്യമാക്കും. എല്ലാവരും ടെസ്റ്റ് ചെയ്ത് ആ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് രോഗശാന്തി കിട്ടി എന്നുള്ളവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. കർത്താവ് അതൊന്ന് കാണട്ടെ. രോഗശാന്തി കിട്ടിയവരെ കൈ ഉയർത്തി പിടിച്ചു. സ്വോത്രം. ഈ സിസ്റ്ററിനെ വിളിച്ച് ഏവർക്ക് മാത്രം നമുക്ക് സാക്ഷ്യത്തിന് ബസ്സുണ്ട്. സ്വോത്രം. എന്താ രോഗശാന്തി ആ സിസ്റ്ററെ കിട്ടിയത്? എനിക്ക് എപ്പോഴും തലകറക്കം ഉണ്ടായിരുന്നു. നട്ടലിന് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ്. പക്ഷെ ഇപ്പോഴും സ്പ്ലീനിലൊക്കെ ഇങ്ങനെ മുഴ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാസം മെഡിസിൻ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നതിന് ശേഷം ഇന്ന് വരെ ഞാൻ മെഡിസിൻ കഴിച്ചിട്ടില്ല. അതുപോലെ ഇപ്പൊ എന്താണ് ഈ പ്രാർത്ഥന സമയത്ത് ഒരാളെ കൂടെ വിളിച്ചോ? പ്രാർത്ഥന സമയത്ത് എനിക്കിപ്പോ നട്ടലൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു. നട്ടലിന് വേദന ഉണ്ടായിരുന്നു. തലകറക്കം ഇങ്ങനെ. എന്നിട്ട് ആ വേദന മാറിയോ? ആരാണെങ്കിൽ സൗഖ്യം എത്തിയേ? കർമ്മമാണോ വിശ്വാസമാണോ? വിശ്വാസമാണല്ല. ആമേൻ. കർമ്മമല്ല. നട്ടലിന് നല്ല വേദന. പിന്നെ ശരീരത്തിൽ പാദം മുതൽ ശിരസ് വരെ രോഗിയായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നത്. ഇപ്പോൾ യേശു കർത്താവ് തനിക്ക് പൂർണ്ണമായൊരു സൗഖ്യം കൊടുക്കുന്ന ആമേൻ. നന്നായിട്ടൊന്ന് കൈയടിച്ച് കർത്താവിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. ദൈവത്തിന്റെ മഹിമ നിന്റെ കുഞ്ഞിന്റെ മേലക പകർന്ന് അനുഗ്രഹിച്ചതായിട്ട് സ്തോത്രം. നീങ്ങിപ്പോ എന്റെ ഭാരങ്ങൾ, മാറിപ്പോ എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. യേശുവിൻ നാമം വിടുതലായി, യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം സൗഖ്യമായി, യേശുവിന്റെ വീണ്ടെടുത്തു, യേശുവിൻ രക്തം ശുദ്ധിക്കായി, യേശുവിൻ രക്തം കഴുകലായി, യേശുവിൻ രക്തം വിടുതലായി, യേശുവിന്റെ വീണ്ടെടുത്തു. രോഗശാന്തി വ്യാപരിക്കുകയാണ്. പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവരെ. ഏതൊക്കെയോ തരത്തിൽ സർജറി സജസ്റ്റ് ചെയ്ത ചിലരെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കഥാവ് അങ്ങനെയുള്ളവരെ തൊട്ട് സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇക്കൂട്ടത്തിൽ മെഡിക്കൽ സയൻസ് സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുള്ള അസ്വസ്ഥ അല്ലെങ്കിൽ രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ഉണ്ടെങ്കിലല്ല, ഉണ്ട്, എനിക്കറിയാം. ഇപ്പോൾ നിങ്ങൾ ആ ഉയർത്തിയ കൈ നിങ്ങളുടെ നെഞ്ചത്ത് ചേർത്ത് വയ്ക്കണം. കർമ്മത്താലല്ല, വിശ്വാസത്താൽ നിങ്ങൾ സുഖപ്പെടാൻ പോവുകയാണ്. യെസ്, കർമ്മത്താലല്ല, വിശ്വാസത്താൽ നിങ്ങളിൽ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. വൈഡകരാതിരീകപര ശംഭുലി റാസിഖാപരധീരകര തെലേതരധീരകര പുലാവൗഢി റഗാലഭക്ഷകലാർദിവിക്കനംസനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാനിപ്പോൾ ഒരാത്മാവിലൊരു കാഴ്ച കാണുന്നു. യേശുവിൻ്റെ ദൂതന്മാർ ഇപ്പോൾ തന്നെ ചിലരുടെ ശരീരത്തിൽ കത്തിവെക്കുക. ഓ, വേദനയില്ലാതെ, മുറിവില്ലാതെ ഇതാ കർത്താവ് കത്തിവെച്ച് നിന്നെ സൗഖ്യമാകുന്നു.
ഈ വാക്യകത്ത് മുഴുവനും ചില വ്രണങ്ങളാൽ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ചയെ കാണുന്നുണ്ട്. വാക്യകം മുഴുവനും പൊള്ളൽ. ഇൻ കേസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും ആണെങ്കിൽ അവരിന്ന് കൊണ്ടുവന്നിട്ടില്ല എങ്കിലും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ, നിങ്ങളിവിടെ വന്ന വ്യക്തികളാണെങ്കിൽ, വാക്യകത്ത് ചിലത് ഒരു കുരു അല്ലെങ്കിൽ ചില പൊള്ളലുകൾ, ഒരു കുരു ഞാൻ കാണുന്നുണ്ട് കുറേ കാലമായി, അത് ശരിയാകുന്നില്ല. ഇന്ന് ശരിയാകും. ഒന്ന് കൈയുയർത്തിയാട്ടെ, യേശു ഒന്ന് കാണട്ടെ, കഥാവ് ഒന്ന് കാണട്ടെ. അങ്ങനെ പ്രയാസം, വായിക്കാത്ത പ്രയാസമുള്ളവർ 1, 2, 3 പേര് ഇവിടെ പുറകിലുള്ളവരൊന്ന് കണ്ടാട്ടെ. ആ മധ്യഭാഗത്തിലൊരു കൈ ഉയർത്തി. അതാണ് ഞാൻ പ്രത്യേകിച്ച് വളരെ നാളുകളായിട്ട് നിൻ്റെ തലട്ടിക്കൊണ്ട് എന്ന് സൗഖ്യം പ്രാപിക്കാൻ നീ റെഡി ആയിക്കോണം. സ്തോത്രം. ഓക്കെ, ആ ഉയർത്തിയ കൈ നിങ്ങൾ ആ ചെകിടിൻ്റെ ഭാഗത്തൊന്ന് ചേർത്ത് വെച്ചോ. ഇനി അത് മാറും. ഇനി നിങ്ങളത് തൊടത്തില്ല. അധികാരമുള്ള യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇപ്പോൾ ഞാൻ അസ്വസ്ഥകളെ ശാസിക്കുന്നു. ഒരിക്കൽ കൂടെ ഒന്ന് കൈയടിച്ച് യേശുവിനെ മഹത്വം കൊടുക്കാം. ആമേൻ. നമ്മുടെ കർത്താവിന് അത്ഭുതത്തെ ചെയ്യാൻ കഴിയും. നമ്മുടെ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. കർമ്മത്തിൽ നിന്ന് എല്ലാവരും തിരിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഇവിടെ ഞാൻ ഒരാളെ കണ്ടതല്ലോ, നമ്മുടെ സഹോദരൻ വിനോദ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? എത്ര വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു? 6 വർഷം. 6 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഇതൊക്കെ നിങ്ങൾ അറിയണം. ഇപ്പം നമ്മൾ ഒളിച്ചോടി നടന്നാൽ പോരാ. സ്തോത്രം. പുള്ളി ഈ ബോക്സിൻ്റെ ഇടയിലൊക്കെ ഒളിച്ചിരിക്കുന്ന പുള്ളിയാണ്. ഞാൻ വിടൂല. കർത്താവ് എന്നെ കൊണ്ട് 10 വർഷം മുമ്പിൽ കൊണ്ട് നിർത്തണമെന്ന് വിളിക്കാൻ പറഞ്ഞു സക്കായിമാരെ. സ്തോത്രം. പറഞ്ഞോ, ഒറ്റ വാക്കിൽ ഓടി പറയാം. എത്ര വർഷം കുഞ്ഞുങ്ങളില്ല? 6 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരുപാട് കർമ്മം ചെയ്തു. അവിടെ ഒന്നും ഫലമുണ്ടായില്ല. ദേവദാസനെ വന്ന് കണ്ടു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രിയിലും നെയ്യാറ്റിക്കര മാത്രമല്ല, അല്ല മന്ത്രവാദികൾക്കെല്ലാം പോയോ? എനിക്കറിയത്തില്ല, ചോദിച്ചാൽ. മന്ത്രവാദികൾ പോയിട്ടില്ല. ഇല്ലാത്തവരും പറയണ്ട, പോകാത്തവരും പോകുന്നേ പറയുന്നത്. ശരി. അപ്പം അല്ലാതെയുള്ള ഈ മെഡിക്കൽ സയൻസ് പരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഓടി നടന്നു. 1 ലക്ഷം വന്നില്ല. അവസാനം എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചോ? വിശ്വസിച്ചു കിട്ടുമെന്നൊരു ഉറപ്പ് കിട്ടി. അപ്പൊ എന്തായി? പ്രാർത്ഥിച്ചു. ദേവദാസനെ വന്ന് കണ്ടു. ദേവദാസൻ യേശുവിനെ പരിചയപ്പെടുത്തി. ദൈവത്തിന്റെ ഒരു ദൂതുണ്ടായി. മിഷൻ ജേണിക്ക് പോയ സമയത്താണ് അതിൻ്റെ ഒരു ദൂത്. ഗുജറാത്തിൽ വെച്ചായിരുന്നു ആ ദൈവത്തിന്റെ ദൂത് അനുഭവിക്കാനിടയായത്. അവിടെ വെച്ച് ദേവദാസൻ പറഞ്ഞു, ഈ വർഷം നിനക്കൊരു തലമുറയെ തരുമെന്ന് പറഞ്ഞു. എനിക്കൊരു പോയിന്റ്. അപ്പൊ നിന്നെ സക്കായി വിളിച്ചെന്റെ കാര്യമുണ്ട്. ഗുജറാത്തിൽ കൊണ്ട് കേരളത്തിൽ വെച്ച് കൊടുത്തില്ല. നേരെ ഇവിടെ നിന്ന് വണ്ടി കയറ്റി നേരെ ഗുജറാത്തിൽ കൊണ്ടുപോയി. എനിക്കൊന്നും ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കാണും ചിലപ്പോൾ പോണ പോക്കില്ലേ. പക്ഷെ അവിടെ ചെന്നിട്ട് കർത്താവ് പറഞ്ഞു, ഇനി പേടിക്കണ്ട, നിനക്ക് ഒരു കുഞ്ഞിനെ തരാൻ പോവാണ്. ആ വർഷം തന്നെ കിട്ടി. അല്ലേ? മനസ്സിലായോ? ചിലർക്ക് പള്ളിക്കകത്ത് വെച്ച് ദൈവം കൊടുക്കൂല. ഇവരെ വീട്ടിൽ കൊണ്ട് കൊടുക്കൂല. പ്രാവശ്യമ്പലത്ത് വെച്ച് തരൂല എന്ന്. പ്രൈസ് ദി ലോർഡ്. പാപ്പനംകോട് വെച്ച് തരൂല എന്ന്. പൂവാറ് വെച്ച് തരൂല. കാക്കാമൂല ഈ ഗ്രൗണ്ടിൽ വെച്ച് തരത്തുള്ളൂ. അതാണ് പുള്ളി പറഞ്ഞത്. ഇദ്ദേഹത്തെ ഗുജറാത്തിൽ കൊണ്ടുപോയി അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുകയാ, ഈ ഗ്രൗണ്ടിൽ വെച്ച് ദൈവം ചിലർക്ക് അനുഗ്രഹത്തെ തരത്തേ ഉള്ളൂ. ഈ ഗ്രൗണ്ടിൽ വെച്ച് ദൈവം ചിലരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവര് ഉത്സാഹത്തോടെ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്ത് ഈ ലോകത്ത്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്ത് ഈ ലോകത്ത്. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്ത് ഈ ലോകത്ത്. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവശക്തി കാണിട്ടില്ല ലോകത്ത്. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവശക്തി കാണിട്ടില്ല ലോകത്ത് ഈ കാലത്ത്. ഓ പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും. വിശ്വാസത്തോടെ പിടിച്ചെടുക്കുക. പെരുമഴ പോൽ ഇവിടെ തന്നെ കൊണ്ടുവന്നതിനെ അനുഗ്രഹിക്കാനാ. അത്ഭുതവും വിടുതലും ഈ ജലനദിയിൽ. ഓ പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജലനദിയിൽ. ഓ പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജലനദിയിൽ. ഓ പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജലനദിയിൽ. ഓ പെരുമഴ പോൽ പെയ്യുന്നു
തലമുറകളെ ദൈവം തരികയാ. ഗർഭഫലം ദൈവം തുറക്കുന്നു. ഗർഭഫലം ദൈവം തുറക്കുകയാണ്. അടുത്ത വർഷം കാക്കാമുല കൺവെൻഷനിൽ നീ ഒരു സാക്ഷിയാണ്. അടുത്ത വർഷം കാക്കാമുല വരുമ്പോൾ നീ ഒരു കുഞ്ഞുമായിട്ട് ഇതിനകത്ത് വരും. ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഗ്ലോറി ടു ഗോഡ്. ഒരുപക്ഷെ രോഗനിമിത്തം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തവർ എഴുന്നേൽക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ശാരീരികമായി ക്ഷീണിച്ചിരിക്കുന്നവർ, മാനസികമായി തകർന്നിരിക്കുന്നവർ, ഇപ്പോൾ ദൈവത്തിൻ്റെ വിടുതൽ നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ അത്ഭുത സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. എനിക്കത് ആത്മ ഞാനിവിടെ വിളിച്ചു പറയുന്നതോ ആമീൻ പ്രത്യേകമായ വെളിപ്പാടുകൾ ആമീൻ പ്രഖ്യാപിക്കുന്ന നല്ല വിഷയം. ദൈവാത്മാവിൻ്റെ വലിയ വിടുതൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ സമയങ്ങളിൽ ഒരുപാട് കൺവെൻഷൻ യോഗങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ല എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കരുത്. ഒത്തിരി പ്രാവശ്യം പള്ളിക്കകത്ത് പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ല എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കരുത്. ഒത്തിരി പ്രാവശ്യം ഉപവസിച്ചിട്ടും ശരിയായില്ല എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കരുത്. ഇത് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ സമയമാണ്. ഇത് ദൈവത്തിൻ്റെ വിടുതലിൻ്റെ സമയമാണ്. നിന്നെ ഈ കാക്കാമൂല ഗ്രൗണ്ടിനകത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. അനുഗ്രഹത്തിൻ്റെ മഴ പെയ്യിപ്പിച്ച് ആമീൻ നിന്നെ ഒരിക്കൽ കൂടി നിന്നെ വിശ്വാസത്തിലേക്കൊന്ന് വർദ്ധിപ്പിച്ചതിന് പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ഇന്ന് രാത്രി നീ വന്നതുപോലെയല്ല. നിങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. നിങ്ങൾ തിരിച്ചു പോകുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ്. നിങ്ങൾ വർഷങ്ങളായി വേട്ടയാടുന്ന ദുഷ്ട പിശാചിൻ്റെ പിടിയിൽ നിന്ന് ദൈവം ഇന്ന് രാത്രി നിങ്ങളെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാളുകളായിട്ട് നിങ്ങളെ വേട്ടയാടുന്ന അന്ധകാര ശക്തികളിൽ നിന്ന് ദൈവാത്മാവ് നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കാലങ്ങളായിട്ട് വെല്ലുവിളിക്കുന്ന സകലവിധമായ സാത്താന്യ ശക്തികളിൽ നിന്ന് ഇന്ന് രാത്രിയിൽ യേശു നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. നസ്രത്തുവാന യേശുവിന്റെ നാമത്തിൽ ഈ ശരീരങ്ങളുടെ മേലുള്ള സകല മാനസിക, ശാരീരിക, സാമ്പത്തിക തകർച്ചകളെ യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ശാസിക്കുന്നു. ഞാനതിന് മേൽ ക്ഷയം പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവസാന്നിധ്യം ഇവിടെ നടന്നു നിൽക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ശാരീരിക ബലഹീനതകൾ മാറട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. തലമുറകൾ ലഭിക്കാത്തതിൻ്റെ തടസ്സങ്ങൾ ദൈവം മാറ്റിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. തൊഴിൽ മേഖലയുടെ തടസ്സങ്ങൾ ദൈവം മാറ്റിയതിനായി, സാമ്പത്തിക കുരുക്കുകളെ കർത്താവ് അഴിച്ചതിനായി, കുടുംബത്തിലെ മകനെ ചൊല്ലിയുള്ള വേദനകൾ ദൈവം മാറ്റി അവനെ രൂപാന്തരപ്പെടുത്തിയതിനായി ദൈവത്തിന് സ്തോത്രം. കൺവെൻഷൻ യുഗത്തിന് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഭവനത്തിൽ കിടന്നുകൊണ്ട് ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന വ്യക്തികളുടെ അടുക്കലേക്ക് നീ പോയതിനായി സ്തോത്രം. വരാത്തവരുടെ അടുക്കലേക്ക് നീ അന്വേഷിച്ചു പോയതിനായിട്ട് സ്തോത്രം. കർത്താവേ, എന്നെ സൗഖ്യമാക്കിയല്ലാതെ പോകത്തില്ല എന്ന് പറഞ്ഞു ഈ മുൻപിൽ വന്ന സഹോദരങ്ങളുടെ മേൽ ദൈവത്തിന്റെ മനസ്സലി ഇറങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവർ കർത്താവേ പ്രതീക്ഷയോടെ കടന്നു വന്നു. ഇവർ അനുഗ്രഹത്തോടെ ഞാൻ ഇവരെ പറഞ്ഞേക്കുകയാണ്. ദൈവ സാന്നിധ്യം ഇവരുടെ മേൽ കൂടെ ഇരിക്കും. എല്ലാ മഹത്വം ബഹുമാനവും കേൾപ്പിക്കുന്നു
യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥന എല്ലാവർക്കും ഇരിക്കാൻ കർത്താവിൻ്റെ പുണ്യനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ വർഷവും ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല ഭാഗ്യ പദവികൾക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് മുൻപിലും പിൻപിലും അധ്വാനിച്ച കാക്കാമൂലയിലെ ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങളോടുള്ള പ്രത്യേക സ്നേഹത്തെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം അയക്കാതെ ഒരിക്കലും ഞങ്ങൾക്കിവിടെ കടന്നു വരാനായിട്ട് കഴിയത്തില്ല. ആകിയാൽ സ്വർഗത്തിലെ കർത്താവ് ഞങ്ങളെ അയച്ചതുകൊണ്ട് ഞങ്ങൾക്കിവിടെ കടന്നു വരുവാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ചൊരു കൂട്ടായ്മ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വർഷത്തിലൊരിക്കലാണെങ്കിലും ഞങ്ങൾക്ക് അധികം ദൂരമൊന്നുമില്ലെങ്കിലും കാട്ടാക്കടയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഗ്രൗണ്ടിൽ ഈ പ്രദേശ നിവാസികളോടൊപ്പം ഒരുമിച്ച് യേശു കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിൽ ആ സന്തോഷം പങ്കിടുവാനും ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കിയ ഈ നല്ല ഭാഗ്യ പദവികൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ആകിയാൽ ഇന്ന് രാത്രി സമയത്തിലും ദൈവത്തിൻ്റെ വലിയ രോഗശാന്തിയുടെ അനുഭവം നിങ്ങൾ വിട്ടുകളയരുത്, നിങ്ങൾ അതിനെ പിടിച്ചെടുക്കണം. എനിക്ക് ഞാനൊരു 10-28 വർഷം കൊണ്ട് കർത്താവിൽ പ്രസംഗിക്കുന്ന വ്യക്തിയാകൊണ്ട് എനിക്കറിയാം കർത്താവിന് ചില പ്രത്യേക സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ കർത്താവ് ഇറങ്ങും, അവൻ്റെ പ്രവർത്തികളെ ചെയ്യും. ആ സമയത്തിൽ ആരൊക്കെ അത് വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുന്നോ അവർക്കെല്ലാം അതൊരു സമ്പാദ്യമായി ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത നല്ലൊരു അനുഭവമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി സമയത്തിലേക്കും നിങ്ങളുടെ മേലും ആ ദൈവത്തിൻ്റെ അത്ഭുതകരം വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സ്വത്രം ഇതൊരു സുവിശേഷ പ്രസംഗമാണ്. കഴിഞ്ഞ ദിവസം എബി ഷാലോമിലൂടെ ശക്തിയേറിയ ദൈവസാന്നിധ്യം വ്യാപരിച്ചു. ഒരു ട്രെയിനിങ്ങിനൊന്നുമല്ല എബി ഷാലോമിനെ ഞാനിവിടെ അയച്ചത്, അതൊരു ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു. കർത്താവ് എന്നോട് 2ാമത്തെ ദിവസം പോയാൽ മതി എന്ന് എനിക്കൊരു നിർദ്ദേശം പറയുകയും അതുമാത്രമല്ല ഇന്ന് കേരളത്തിലും മറ്റ് സ്റ്റേറ്റുകളിലുമൊക്കെ എബി ഷാലോമിനെ കർത്താവ് വളരെ ശക്തമായി പ്രയോജനപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ സ്വത്രം എൻ്റെ മകനായതുകൊണ്ട് ഞാൻ എബി ഷാലോം എന്ന് പറയുന്നു, അല്ലെങ്കിൽ എബി ബ്രദറെന്നേ എനിക്ക് പറയാനായിട്ട് കഴിയപ്പെടത്തേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് തന്നെ അവനെ ഏതോ ഒരു മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ വെച്ച് കർത്താവ് അഭിഷേകം ചെയ്തതിന് ഓർപ്പ്. ഇനി നിന്നെ എബി എന്നല്ല വിശ്വാസികൾ വിളിക്കുന്നത്, നിന്നെ എബി ബ്രദർ എന്ന് വിളിക്കപ്പെടും എന്നുള്ളത്. അങ്ങനെ അതുപോലെ തന്നെ സ്വർഗത്തിലെ കർത്താവ് നാളുകളിൽ അനേകർക്ക് എബി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം അവനെ ഒരു അഭിഷേകം ചെയ്ത് അവനൊരു പ്രത്യേകമായ ദൂതോടുകൂടി അനേക ദേശങ്ങളിലേക്ക് പോകുന്നതുകൊണ്ട് വിശ്വാസ സമൂഹം മുഴുവനും അവനെ എബി ബ്രദർ എന്ന് സംബോധന ചെയ്യുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ചിലർ വിചാരിക്കും ഇല്ല ബിൻ ബ്രദർ തിരക്കായതുകൊണ്ട് വരാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി. ഇല്ല, ഒരിക്കലുമല്ല. അത് ദൈവത്തിൻ്റെ ഒരു നിയോഗപ്രകാരമാണ്. ഇന്നലെയും വളരെ ശക്തിയേറിയ ദൈവിക രോഗശാന്തി ഇന്ന് പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി ഇന്നലെ തുടങ്ങി വെച്ചതിൻ്റെ എന്തോ വിത്തുകൾ ഇന്ന് കിളിർത്തു തുടങ്ങിയതായിട്ടാണ്. സ്തോത്രം. എന്തൊക്കെയോ ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തികൾ ഇന്നലെ ആരംഭിച്ചു, അതിന്ന് കിളിർത്തുവെങ്കിൽ ഇതിന്നും സമയം കഴിയുന്നതനുസരിച്ച് അത് വളരും. നാളെ അത് വീണ്ടും ഇതിനേക്കാളും വലിയ പൂത്ത് ഫലം കായ്ക്കത്തക്ക അനുഭവത്തിൽ കടന്നു വരും എന്നുള്ളതിനും യാതൊരുവിധ സംശയമില്ല. സുവിശേഷ പ്രസംഗത്തിനെക്കുറിച്ച് സ്തോത്രം അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് EMS നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. കേരളം മുഴുവനും അംഗീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന, കേരളത്തിന് ഒരുപാട് സംഭാവന നൽകിയ അദ്ദേഹം ഒരിക്കൽ സുവിശേഷത്തെക്കുറിച്ച് തൻ്റെ പത്രത്തിൽ തന്നെ എഴുതിയത് സ്വത്രം ഒരുപക്ഷെ ചിലരെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം. അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗം കേട്ടു. സ്വത്രം ദൈവവിശ്വാസമൊന്നും അദ്ദേഹത്തിനില്ല, ദൈവവിശ്വാസത്തെക്കുറിച്ചും അതിനെ പ്രതിപാദിക്കുന്നില്ല. പക്ഷേ സ്തോത്രം വളരെ കുറവായിട്ടുള്ള ഒരു ചെറിയ മീറ്റിങ്ങിൻ്റെ മധ്യത്തിൽ ഒരു 1000കണക്കിന് വ്യക്തികൾ ഇരിക്കുന്നത് പോലെ തന്നെ ഒരു പ്രസംഗകൻ പ്രസംഗിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ജാഥയോ അങ്ങനെ എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ടിങ്ങനെ കവലയിൽ വന്ന സമയത്തിലായിരുന്നു ഈ പ്രസംഗം. അദ്ദേഹം ആ പ്രസംഗത്തിൻ്റെ ശൈലി കണ്ടിട്ട് വേറെ വാഹനത്തിന് വേണ്ടിയിട്ട് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്തിൽ ഇതിങ്ങനെ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടേയിരുന്നു. സ്വത്രം നോക്കിയപ്പോൾ രാഷ്ട്രീയ പ്രസംഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സൂക്ഷിച്ചു. കാരണം ചെറിയ ആളല്ലല്ലോ, വളരെ ബുദ്ധിമാനും വളരെ കഴിവുള്ളതും അറിവുള്ളതുമായിട്ടുള്ള വ്യക്തി. അദ്ദേഹം അതിനെക്കുറിച്ച് മനസ്സിലാക്കി തൻ്റെ പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തു, ദൈവത്തെക്കുറിച്ച് എനിക്കറിയത്തില്ല, ദൈവവിശ്വാസത്തെക്കുറിച്ച് ഞാൻ പ്രതിപാദിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ആ പ്രസംഗിക്കുന്ന വ്യക്തിയുടെ ഉള്ളിനകത്ത് എന്തോ ഒന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ എണ്ണം നോക്കാതെ വണ്ണം 1000കണക്കിന് 10000കണക്കിന് വ്യക്തികളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിതൻ്റെ പിന്നിൽ ഞാൻ മനസ്സിലാക്കുന്നു
ആ വ്യക്തിയുടെ ഉള്ളിനകത്ത് എന്തോ ഒന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഈ നാളുകളിൽ ഒരു ബുദ്ധിമാനായിരിക്കുന്ന ഒരു വ്യക്തി, ലോകമറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അപ്രകാരം പറഞ്ഞുവെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങളുടെ ഉള്ളിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടുമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ആമേൻ ഒരു കത്തലിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയപ്പെടുമെങ്കിൽ ഈ രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവിന്റെ അകത്തളത്തിൽ ആമേൻ പ്രതിപാദിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കാർക്കും വെറുതെ ഇരിക്കാൻ കഴിയപ്പെടത്തില്ല. നിങ്ങളുടെ ഉള്ളിനകത്ത് ആവേശഭരിതമായിട്ട് ഹല്ലേലൂയ കടന്നു വന്നിരിക്കുക, സ്തോത്രം കടന്നു വന്നിരിക്കുക, ആരാധന കടന്നു വന്നിരിക്കുക, സ്തുതി കടന്നു വന്നിരിക്കുക, ആമേൻ മഹത്വം കടന്നു വന്നിരിക്കുക. അതിന്റെ പിന്നാമ്പുറത്തിൽ ഇതൊരു സാധാരണ രാഷ്ട്രീയ പ്രസംഗമല്ല. അകത്തളത്തിൽ നിന്ന് ആമേൻ എന്റെയും നിന്റെയും ഉള്ളിനകത്ത് എന്തോ ഒന്ന് കത്തുന്നുണ്ട്. അത് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മളെ കത്തിക്കുകയാ. നന്നായിട്ടൊന്ന് കൈയടിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അകത്തളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മഹിമയുണ്ട്, ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ഒരു ദൈവത്തിൻ്റെ തേജസ്സുണ്ട്. അതത്ര ഒരു സുവിശേഷ വേദിയിൽ എപ്പോഴും പ്രതിധ്വനിക്കുന്നു എന്നുള്ളത് ക്രിസ്തു ഭൂമിയിലേക്ക് ഒരിക്കലും വെറുതെ കടന്നു വന്നതല്ല. അതിൻ്റെ പിന്നിൽ അനേകമായിട്ടുള്ള പ്രത്യേകതകളും ആമേൻ വ്യക്തതകളുമുണ്ട്. ഒരു വാക്യം വായിച്ച് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. വേദപുസ്തകത്തിൽ ഒരു ഭാഗം ആമേൻ വിശുദ്ധ തിമോഥെയോസ് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ സുവിശേഷ ഘോഷണത്തെക്കുറിച്ച്, തൻ്റെ സുവിശേഷ പരമ്പരയെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നൽകുകയാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനാണ് എൻ്റെ സുവിശേഷം. അപ്പോൾ ക്രിസ്തുവാണ് എൻ്റെ സുവിശേഷം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കപ്പെടുമ്പോൾ തന്നെ ക്രിസ്തു ആമേൻ ബൈബിളിനകത്ത് നിറഞ്ഞു നിൽക്കപ്പെടുന്ന ഒരു ഭാഗമത്രേ ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തുവില്ലാത്ത ഒരു ഭാഗങ്ങളും വ്യക്തമായിട്ടില്ല. എല്ലാ മേഖലകളിലും നമ്മൾ നോക്കുന്ന സമയത്തിൽ ഒരു ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ പഴയ നിയമത്തിൽ നമ്മൾ ഓടിച്ചു വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനെ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് തോന്നുകയില്ല. ആത്മാവിൽ നമ്മളൊന്ന് ചികഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആമേൻ ഉൽപ്പത്തി മുതലുള്ള ഭാഗങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയപ്പെടും. ഏദൻ തോട്ടത്തിലാണല്ലോ മനുഷ്യൻ്റെ ഉത്ഭവം. ആദാമിനെയും ഹൗവായെയും ദൈവം സൃഷ്ടിച്ചു. ആദാമിനെയും ഹൗവായെ ദൈവം സൃഷ്ടിച്ച സമയത്തിൽ അവർക്ക് പ്രകാശമായിരുന്നു അവരുടെ വസ്ത്രം, തേജസ്സായിരുന്നു അവരുടെ വസ്ത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഫിലമെൻ്റ് കാണുവാൻ കഴിയത്തില്ല പ്രകാശം കൊണ്ട്. അതുപോലെ ആ മനുഷ്യ ശരീരങ്ങളിലേക്ക് നോക്കുമ്പോൾ അവരുടെ നഗ്നത പുറത്തറിയുവാൻ കഴിയപ്പെടത്തില്ല. അത്രത്തോളം തേജസ്സും പ്രകാശവും ദൈവം അവർക്ക് അണിഞ്ഞൊരുക്കിയിരുന്നു, അല്ലെങ്കിൽ അണിയിച്ചിരുന്നു എന്നുള്ളത്. പക്ഷെ മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി ഈ ലൈറ്റ് അങ്ങ് അണഞ്ഞു, അല്ലെങ്കിൽ ഈ തേജസ് അങ്ങ് മാറിപ്പോയി. ഈ തേജസ് മാറിപ്പോയി എന്ന സമയത്തിൽ അവർ നഗ്നരായി തീർന്നു എന്നുള്ളത് അവിടെ കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഓടിച്ചെന്ന് അവർ അത്തിയില തുന്നി അവരുടെ മാറ് മറച്ചു, അവരുടെ നഗ്നത മറച്ചു. പക്ഷേ വെയിൽ ശക്തമായിട്ട് തന്നെ ശക്തമായിട്ട് ആഞ്ഞടിക്കുന്ന ആ സമയത്തിൽ ആ വെയിലത്ത് ഈ അത്തിയില വാടി അത്തിയില ആമേൻ കരിഞ്ഞ സമയത്തിൽ അത് ചുരുങ്ങി സ്തോത്രം ചുരുങ്ങി അത് അവരുടെ നഗ്നത മുഴുവനായിട്ട് മാറിയില്ല. സ്വത്രം അവർ നഗ്നരായി. പാപം ചെയ്തുവെങ്കിൽ ദൈവം അവരെ ഉപേക്ഷിച്ചില്ല. ദൈവത്തിന് വലിയ സ്നേഹമായിരുന്നു. അവരോടുള്ള കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ആമേൻ അവരുടെ സെൻസ് ഉപയോഗിച്ച് അവർ അത്തിയില കൊണ്ടുവന്ന് അതിനെ കൂട്ടി തുന്നി അതിനെ ഉടുപ്പിച്ച് വന്നപ്പോഴും ഈ വെയിലിൻ്റെ ശക്തി നിമിത്തം ഇത് ചുരുങ്ങി മറയുന്നില്ല. ദൈവത്തിന് മനസ്സലിവ് തോന്നിയിട്ട് കർത്താവ് അവർക്ക് അടുത്തവരുടെ സെൻസിനെ ഒന്നുകൂടെ ആമേൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോഴാണ് അവർ തോലുകൊണ്ട്, അഥവാ ആമേൻ മൃഗത്തിൻ്റെ തോലുകൊണ്ട്, ആട്ടിൻ്റെ തോലുകൊണ്ട് അവരുടെ മാറ് മറിച്ചു. അത് ഒരു വിധത്തിലേക്ക് ചൂടടിച്ചിട്ടും വെയിലടിച്ചിട്ടും അത് ചുരുങ്ങിപ്പോയില്ല. തോൽ വസ്ത്രം അവർ ധരിച്ചു. പക്ഷേ ഈ തോൽ വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്തിൽ ആ തോല് വെറുതെ ഉണ്ടാകത്തില്ല. ആ തോൽ ഒരിക്കലും ഒരു മരത്തിൽ കായ്ക്കത്തില്ല.
ആ തോലിനെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെ ഒരിടത്തു നിന്ന് കിട്ടത്തില്ല. ആ തോലുണ്ടാകണമെങ്കിൽ എവിടെയോ ഒരു മൃഗമുണ്ട്, എവിടെയോ ഒരു മൃഗമുണ്ട്. ആ മൃഗത്തിൽ നിന്നാണ് ആ തോൽ ഉത്ഭവിച്ച് കടന്നു വന്നത്. ഏതോ ഒരു മൃഗം അവിടെ യാഗമായി തീർന്നു. ഏതോ ഒരു മൃഗത്തെ അവർ കൊന്നു. ആ കൊന്ന് അവിടെ രക്തം ചൊരിയിച്ചു. രക്തം ചൊരിഞ്ഞതിന് ശേഷം അതിൻ്റെ തോലെടുത്ത് അവർ മാറി മറഞ്ഞു. ഇവിടെ ഇതാ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അവർക്ക് ശ്രദ്ധിക്കാത്ത ഒരു ക്രിസ്തു അവിടെ യാഗമായിട്ട് തീടുന്നു. അതത്രേ ആ മൃഗമെന്ന് പറയുന്നത്. ആ മൃഗം അവരുടെ മാറി മറയ്ക്കുവാൻ, അവരുടെ അപമാനതകളെ മാറ്റുവാൻ, അവരെ മാന്യരാക്കി തീർക്കുവാൻ ഉതകത്തക്ക വിധത്തിലേക്ക് അവർ അപമാനിക്കപ്പെടാതിരിക്കാൻ, അവർ നാണം കെട്ടു പോകാതിരിക്കാൻ ആ തോല് ആമേൻ അവർക്ക് സമ്മാനിച്ചത് ക്രിസ്തുവാകുന്ന കുഞ്ഞാട് ആമേൻ തൻ്റെ രക്തം ചൊരിയിച്ചതുപോലെ ഇന്ന് രാത്രി സമയത്തിലും നീ അപമാനിതനായി തീരാത്തതിൻ്റെ ഒരു പിന്നിലൊരു കാരണമുണ്ട്. ക്രിസ്തു നിനക്ക് വേണ്ടി പരമയാഗമായിട്ട് തീർന്നു. അവൻ കാൽവരി ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ളി ചോര വരെയും ഒഴുക്കിയത് നിമിത്തം ഇന്ന് നിങ്ങൾ അപമാനിക്കപ്പെടേണ്ടുന്ന സമയങ്ങളിലേക്ക് മാറി മറക്കിയത് ആമേൻ നാണക്കേടും മാനക്കേടും അനുഭവിക്കേണ്ടടുത്ത് സ്വർഗത്തിലെ കർത്താവ് നിന്നെ ആമേൻ തങ്ക ചിറകിന്റെ മറവില്, ആ ചിറകിന്റെ മറവില് ഇന്നും നിന്നെ സൂക്ഷിച്ചിരിക്കപ്പെടുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ ക്രിസ്തുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്. തീർന്നില്ല. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരപ്പെടുമ്പോൾ സ്ത്രീയുടെ സന്തതി ആമേൻ സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ക്രിസ്തു അവിടെയും ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നുണ്ട്. ആ ക്രിസ്തുവിനെ കുറിച്ചത്രേ അവിടെ സ്ത്രീയുടെ സന്തതി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു വരുന്നത്. വീണ്ടും പുതിയ ആമേൻ ഓരോ അധ്യായങ്ങൾ നമ്മൾ എടുത്ത് മനസ്സിലാക്കി കടന്നു വരുന്ന സമയങ്ങളിൽ ഇതുപോലെ ക്രിസ്തുവിൻ്റെതായുള്ള സാന്നിധ്യം എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നപ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ക്രിസ്തു, അതത്രേ എൻ്റെ സുവിശേഷം. ഈ ഭൂമിയിലേക്ക് കർത്താവ് ആമേ കടന്നു വന്നതിൻ്റെ പിന്നാമ്പുറത്തിൽ ഒത്തിരി കാര്യാദികൾ ഉണ്ട്. കർത്താവ് 2000 വർഷത്തിന് മുമ്പ് ഭൂമിയിലേക്ക് കടന്നു വന്നു, മനുഷ്യനായിട്ട് അവതരിച്ചു, മനുഷ്യനായിട്ട് ജീവിച്ചു, മനുഷ്യനായിട്ട് വിശപ്പ് അനുഭവിച്ചു, മനുഷ്യനായിട്ട് ദാഹം അനുഭവിച്ചു, മനുഷ്യനായിട്ട് തന്നെ അവൻ ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് എല്ലാവർക്കും മനസ്സിലാക്കാം. അവൻ ജീവിച്ചത്, അവൻ താമസിച്ചത്, സഞ്ചരിച്ചത്, ആ സ്ഥലങ്ങളെല്ലാം ഇന്നും അതുപോലെ 3.5 വർഷക്കാലം മാത്രമായിരുന്നു ആമേൻ ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. 3.5 വർഷക്കാലത്തിന് ശേഷം ക്രിസ്തു പിന്നത്തേതിൽ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. സ്വർഗത്തിലേക്ക് താൻ കടന്നു പോകുന്നതിൻ്റെ പിന്നിലും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ആമേൻ ഒന്നാമത് ഇവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു 33.5 വർഷക്കാലം. 33.5 വർഷക്കാലം ഭൂമിയിലായിരുന്നതിന് ശേഷം നേരെ താൻ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു. സ്വർഗത്തിലേക്ക് കടന്നു പോയിട്ട് താൻ വീണ്ടും പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ ഞാൻ വീണ്ടും ഭൂമിയിലേക്ക് കടന്നു വരപ്പെടാം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് 3 പ്രത്യേക കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അവൻ ഭൂമിയിലുണ്ടായിരുന്നു, അതിനുശേഷം അവൻ സ്വർഗത്തിൽ പോയി, അത് കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ച് കടന്നു വരപ്പെടും എന്നുള്ളത്. എന്തായിരുന്നു അവൻ ഭൂമിയിലുണ്ടായിരുന്നത്? ഭൂമിയിലുണ്ടായിരുന്നതിൻ്റെ പിന്നിൽ സ്വന്തം ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ, രോഗികളെ സൗഖ്യമാക്കുവാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുവാൻ, ചെകിടന്മാർക്ക് കേൾവി കൊടുക്കുവാൻ, ആമേൻ ഭൂതബാധിതരായിരിക്കുന്ന വ്യക്തികൾക്ക് സ്വന്തം പൂർണ്ണമായിട്ടൊരു സ്വാതന്ത്ര്യം കൊടുക്കുവാൻ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്തൊക്കെയോ ചിലത് തുടങ്ങി വെച്ചു. അത് മറ്റൊന്നുമല്ല, ആമേൻ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം കുറിച്ചു. എന്നിട്ട് തൻ്റെ അപ്പോസ്തലന്മാരിലേക്ക് അത് കൈമാറ്റം ചെയ്ത് വന്നപ്പോൾ ഒടുവിലിതാ ശാലോം ചർച്ചിൻ്റെ കയ്യിലേക്കും ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു. ആമേൻ കാക്കാമൂല പ്രദേശ നിവാസികളുടെ കയ്യിലേക്കും ഒരു ഉത്തരവാദിത്തം കർത്താവ് ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് അന്ന് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങിയത്. അന്ന് അവിടെ തീരാതെ ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മധ്യത്തിലാണ് പൗലോസ് പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതുകൊണ്ട് ഞാനും ഇന്ന് രാത്രിയിൽ കാക്കാമൂല ദേശത്തിന്റെ മധ്യത്തിൽ നാമെ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് അവിടെ തീർന്നില്ല, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാകുന്നു എന്റെ സുവിശേഷം.